ജോയ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ മഹാനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസി സിജി കിഷോർ ബാംഗ്ലൂരിൽ നിന്നാണ്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ നമുക്ക് ലഭിച്ചതിൽ വളരെയധികം നന്ദി ഞാൻ കർത്താവിന് അർപ്പിക്കുന്നു. ദൈവദാസിയോടുള്ള നന്ദി അർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസിയുടെ സാക്ഷ്യവും ശുശ്രൂഷയും ഒക്കെ അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ ചാനലിലൂടെ കർത്താവിൻ്റെ ദാസിയുടെ സാക്ഷ്യം കേൾക്കുന്ന ഓരോ ദൈവമക്കൾക്കും അത് വലിയ വിടുതലായി തീരട്ടെ എന്ന് കർത്താവിൽ ആശംസിക്കുന്നു. കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസി കർത്താവിൽ സന്തോഷമായി. ആമേൻ. കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവല്ലോ. സന്തോഷമായിരിക്കുന്നു. കൃപയാൽ. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ദേവദാസി ജീവിതത്തിന്റെ അനുഭവത്തെ പങ്കുവയ്ക്കുന്നതിന് മുന്നമേ തന്നെ ദേവദാസി നമ്മളോടൊപ്പം എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്നും ദേവദാസിയുടെ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് സ്വയമായൊന്ന് പരിചയപ്പെടുത്തിയായിട്ട്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യയിലും മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച ജോയ്സ് ടിവിയിലെ കർത്താവിൻ്റെ ദാസി, അപ്പോൾ തന്നെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. പ്രത്യേകാൽ കർത്താവിൻ്റെ ദാസി ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിനായിട്ട് വളരെ നന്ദിയും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അപ്പോൾ തന്നെ സർവശക്തനായ ദൈവം ഇതിന് ഒരു ദിവസം കണ്ടുവച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പ് ഈ ഒരു ദിവസം കർത്താവ് കണ്ടതായിരുന്നു. നമ്മളിപ്പോൾ പ്രസൻസിലാണ് കാണുന്നത്. ദൈവം എല്ലാ സാഹചര്യങ്ങളെയും ഒരുക്കി തന്ന വൻ കൃപയോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ എന്ത് പറഞ്ഞാലും, എന്ത് ചിന്തിച്ചാലും, എന്ത് പ്രവർത്തിച്ചാലും എല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട് തീരുവാൻ കർത്താവ് സഹായിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ തന്നെ എൻ്റെ പേര് സിജി കിഷോർ എന്നാണ്. ഞാനിപ്പോൾ ബാംഗ്ലൂരിലായിരിക്കുന്നു. എൻ്റെ കൂട്ടുദാസൻ പാസ്റ്റർ കിഷോർ, അദ്ദേഹം അപ്പോൾ തന്നെ എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മകൻ ശ്രേയസ്, ചെറിയ മോൻ സ്വരൂപ്. ഇവർ രണ്ടുപേരും ഇവിടെ രാമയ്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. മൂത്താള് ബിഫാമിനും ചെറിയ മോന് ബിടെക് എയ്റോസ്പേസിനും പഠിക്കുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേര് അടങ്ങുന്ന ഒരു കുടുംബമാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ ബദേൽ ഹീലിംഗ് മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ക്രിസ്ത്യൻ സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു ബദേൽ ഹീലിംഗിൻ്റെ തന്നെ ഒരു സ്കൂളും കൂടിയുണ്ട്. അത് ലോകരാജ്യങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ നിന്നും കുട്ടികൾ കയറുന്നുണ്ട്. അപ്പോൾ തന്നെ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളും ചെയർപേഴ്സണുമാണ്. ഏകദേശം ഒരു 2ാം ക്ലാസ് മുതൽ 70 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ തന്നെ കർത്താവിൻ്റെ വേലയും ഇവിടെ ചെയ്യുന്നു. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷ ഞങ്ങൾ ഇപ്പോൾ ചെയ്തു പോകുന്നു പ്രസൻസിൽ. ആമേൻ. ഹല്ലേലൂയ. ദേവദാസി ഇത്രയും വലിയ പാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവ് ഉപയോഗിക്കട്ടെ. വളരെ നന്ദി. ഒരു പാട്ട് പാടിയിട്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. കർത്താവിൻ്റെ ദാസി വളരെയധികം നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിക്കും കുടുംബത്തിനും വലിയൊരു പാരിച്ചതായ ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മളോടൊപ്പം അല്പസമയമായിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇനിയുള്ള സമയം കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യാനായി നൽകി തരികയാണ്. അത് കേൾവിക്കാർക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. കർത്താവിൻ്റെ ദാസിയെ ഒരു പ്രാവശ്യം കൂടെ ചാനലിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു ദേവദാസി. Praise the Lord. Hallelujah. സ്തുതിപ്പിൻ
ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. പാപം ചുമടിന് ശിരസു കൊണ്ടു ചുമന്നൊഴിപ്പതിന് കുരിശെടുത്തു ഗൊൽഗോഥാവിൽ പോയോനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. Rima pagari sa rima pagari sa rima pada ma pa kari sa 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 ri sa na pada. Studipin studipin യേശുദേവനെ. വഴിയും സത്യവും ജീവനും ഇവനെ. അവനരികിൽ വരുവിൻ വഴിയും ആശ്വാസം ഏകുമേയവൻ. അവച്ചുമടൊഴിച്ചവൻ മഴയും മഞ്ഞും പെയ്യുമ്പോഴുള്ള കൃപ പൊഴിയുമേ മേഘത്തൂണിൽ നിന്നു പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. മരിച്ചവരിൽ നിന്നാദ്യം ജനിച്ചവൻ ഭൂവിരാജാക്കന്മാരെ ഭരിച്ചു വാഴും ഏകനായകൻ. നമ്മെ സ്നേഹിച്ചവൻ തിരു ചോരയിൽ കഴുകി നമ്മെയെല്ലാം ശുദ്ധീകരിച്ച വിശ്വസ സാക്ഷിയെ നിന്നെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഏഴു പൊന്നില വിളക്കു കേളുള്ളിൽ നിലയങ്കി ധരിച്ചു ഏഴു നക്ഷത്രം വലം കയ്യിലുമാർവിൽ പൊൻകച്ച പൂണ്ട് വായിലിരുമനവാളും അഗ്നിജ്വാല പോലെ കണ്ണുമുള്ള മാനവ മകനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. Rima pagari sa rima pagari sa rima pada ma pa kari sa 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 ri sa na pada. Studipin studipin യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുവേ. യേശുനാമത്തിനു ജയം അല്ലേലെല്ലാം അവനകല കളയുമേ.
യേശു രാജാവിനോഷേന നല്ലവനാം യേശു നാഥൻ വരും സർവ വല്ലഭ യേശുവേ വേഗം വരണമേ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Praise. പിന്നെയും കർത്താവിൻ്റെ നാമം പരിശുദ്ധമാകട്ടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേര് സിജി കിഷോർ എന്നാണ്. ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. 2 കുഞ്ഞുങ്ങളും എൻ്റെ കൂട്ടുദാസൻ ഉൾപ്പെടുന്ന ഞങ്ങളുടെ കുടുംബം. അപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ അടങ്ങിയ കുടുംബത്തിൽ എൻ്റെ പിതാവ് 2010 ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ തന്നെ എനിക്ക് 2 അച്ചാച്ചന്മാരും ഒരു അനിയത്തിയും ഉണ്ട്. മൂത്ത അച്ചാച്ചനെ കർത്താവിൻ്റെ ദാസിക്ക് ഏറെക്കുറെ അറിയാമെന്ന് തോന്നുന്നു. ബോംബെയിലെ ഒരു IPC ചർച്ചിൻ്റെ പാസ്റ്റർ ആയിരിക്കുന്നു ഇപ്പോഴല്ല. ഒരു 10-30 വർഷത്തിന് മുമ്പ് എനിക്ക് തോന്നുന്നു അച്ചാച്ചൻ അവിടെ പോയതാണ്. അപ്പോൾ തന്നെ എൻ്റെ കുടുംബം അങ്ങനെ ഞങ്ങളെ 4 മക്കളും ശുശ്രൂഷയിലായിരിക്കുന്നു. അത് അങ്ങനെ ഒരു ശുശ്രൂഷ മേഖലയിൽ എത്തപ്പെടാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആർക്കും വേണ്ടാത്ത പുറംപറമ്പിൽ കിടന്ന, അല്ലെങ്കിൽ കൊരഹുപുത്രന്മാരുടെ കൂട്ട് ഒരിക്കലും ഈ യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തെ കാണുവാൻ ഒരു സാധ്യതയുമില്ലാത്ത മേഖലയിൽ നിന്നും പുറത്തു വരുവാൻ ദൈവത്തിൻ്റെ ദീർഘക്ഷമയും ദൈവത്തിൻ്റെ കരുണയും മഹാദയയും വിശ്വസ്തതയും ഓർത്ത് ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു ഭാഗ്യ പദവി എൻ്റെ ദൈവം തന്നതിനായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇതിൽ പരം ഒരു ഭാഗ്യം ഭൂമിയിൽ ഒന്നുമില്ല. യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തെ കാണുകയാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആമേൻ. ആ ഒരു ഭാഗ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ചു. ഇനിയും ഞാൻ മാത്രം വന്നത് പോരാ. ഞാൻ അടങ്ങുന്ന എൻ്റെ സഹോദരവർഗങ്ങള്, എൻ്റെ കുടുംബങ്ങൾ, എൻ്റെ ദേശം, എൻ്റെ രാജ്യം, ലോകരാജ്യങ്ങൾ, യേശു കർത്താവ് പോകാൻ നേരത്ത് പറഞ്ഞിട്ട് പോയി, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യുമെന്ന്. ആമേൻ. വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ എൻ്റെ അപ്പ പറഞ്ഞിട്ട് പോയത്. അതിൽ എത്രത്തോളം വിശ്വസ്തയോടെ നിൽക്കാൻ കഴിഞ്ഞു. ഞാനും അകാല പ്രജയെ പോലെ ദൈവത്തെ കാണുവാൻ സഹായിച്ചു. അതിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ അത് ലീഡ് ചെയ്യുവാനും, പരിശുദ്ധാത്മാവ് തന്നെ അത് അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ എൻ്റെ വായ നിന്റെ വായായി തീരും. നീ അവരുടെ പക്ഷം ചേരുകയില്ല, അവർ നിന്റെ പക്ഷം ചേരും. ആമേൻ. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ ആ പരിശുദ്ധാത്മാവ് തന്നെ എൻ്റെ നാവിനോട് കൂടെ ഇരിപ്പാൻ കേൾക്കുന്ന നിങ്ങളും പറയുന്ന ഞാനും ഒരുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. എത്ര കഴിവും പ്രാപ്തിയും എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവം കൃപ തന്നെങ്കിൽ മാത്രമേ നമുക്കൊരു വാക്ക് സംസാരിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസി എന്നെ വിളിച്ചപ്പോൾ, ഇന്ന് ഈ ഒരു സമയം ഞങ്ങൾ മാനുഷികമായിട്ടും ദൈവികമായിട്ടും കണ്ടു എങ്കിലും ലോക സ്ഥാപനത്തിന് മുമ്പ് ഈ ഒരു ദിവസം കർത്താവ് കണ്ടതാണ്. ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ചാനലിൽ ഇന്ന് സംസാരിപ്പാൻ ദൈവം സഹായിച്ചത്. അവിടം കൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ
എൻ്റെ ബാല്യം എന്ന് പറയുന്നത് എൻ്റെ അറിവായതു മുതൽ ഈ സമയം വരെയുള്ള കാര്യങ്ങൾ അത്യാവശ്യം പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് അത് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ബാല്യം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാതാപിതാക്കള്, എൻ്റെ അപ്പായുടെ വീട് കായംകുളവും എൻ്റെ അമ്മയുടെ വീട് എലന്തൂർ എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലയിലെ, കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കും പത്തനംതിട്ടയ്ക്കും മിഡിലായ ഒരു സ്ഥലമുണ്ട്, എലന്തൂർ എന്ന് പറയുന്ന സ്ഥലം. അവിടാണ് അമ്മയുടെ കുടുംബം. അപ്പയുടെ കുടുംബം കായംകുളത്താണ്. അപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബാല്യകാലം ഒരു 95% കായംകുളത്താണ് ഞാൻ വളരുവാനിടയായത്. എന്നാൽ അമ്മ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് എലന്തൂർ പരിയാരം പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു അമ്മ. അപ്പം അവിടെ അമ്മയ്ക്ക് ജോലി സംബന്ധിച്ച് അവിടെ അമ്മയുടെ ഫാദർ അമ്മയ്ക്ക് അന്നത്തെ കാലത്ത് കൊടുത്ത ആ സ്ത്രീധനത്തിൽ ഒരു 5000 രൂപ എങ്ങാണ്ട് സ്ത്രീധനം കൊടുത്തു. കുറച്ച് കണ്ടവും കൊടുത്തിട്ട് പറഞ്ഞു, മോള് മരിക്കുന്നിടം വരെയും ചോറ് അരിയൊന്നും വാങ്ങിക്കരുത്. അന്നത്തെ കാലത്ത് അരി വാങ്ങിക്കുന്നത് ഒരു മോശമായെന്നുള്ളൊരു ലെവലായിരുന്നു. എന്നാൽ അതുകൊണ്ട് അതെല്ലാം കൊടുത്ത് അമ്മയെ നന്നായിട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടു. അപ്പോൾ തന്നെ അതിനകത്ത് എങ്ങാണ്ട് കുറച്ച് പൈസ എടുത്ത് ഒരു 100-1000 രൂപ കൊടുത്ത് കുറച്ച് സ്ഥലം അവിടെ വാങ്ങിച്ചു. ആ സ്ഥലം വാങ്ങിച്ചെടുത്ത് അമ്മ പോസ്റ്റ് ഓഫീസിന് ഒരു റൂമും കൊടുത്ത് അവിടെ ഒരു ചെറിയ വീട് വെച്ചു. എന്നാൽ കായംകുളത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ പറയുമ്പോൾ തന്നെ ഞാനൊരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ജനനത്തിൽ എൻ്റെ അറിവായ ആ സമയം മുതലേ ഏത് ദൈവമാണ് സത്യമെന്നോ ദൈവത്തെക്കുറിച്ചൊരു വിചാരം എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിലെ മുതല് എൻ്റെ കൂട്ടുകാരൊക്കെ ക്ഷേത്രത്തിൽ ഗണപതിക്കോ അല്ലെ ദൈവങ്ങളെ, ഞാൻ നെയിം പറയുന്നില്ല, ഹിന്ദുസ് ദൈവങ്ങളെയൊക്കെ അവർ സ്തുതിക്കുമ്പോൾ ഞാനും അവരുടെ കൂടെ സ്തുതിക്കും. യേശുക്രിസ്തുവിനെ കണ്ടാൽ അവിടെ സ്തുതിക്കും, കുരിശുമൂട് കണ്ടാൽ അവിടെ സ്തുതിക്കും. ഇതെല്ലാം ദൈവശക്തി അവിടെ ഉണ്ടെന്നായിരുന്നു എൻ്റെ ധാരണ. അല്ലെങ്കിൽ എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ അപ്പയുടെ പെങ്ങളും അപ്പയും കായംകുളത്തുണ്ടായിരുന്നു. അപ്പൊ മാവിയോട് ഞാൻ ചോദിക്കുമായിരുന്നു, അമ്മമ്മ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്, ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? ഒരു 5-8 വയസ്സുള്ളപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, എങ്ങനെ പ്രാർത്ഥിക്കണം, ആരോടാ പ്രാർത്ഥിക്കണ്ടേ? അത് ദൈവത്തോടാ പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങളെയും നമ്മുടെ വിഷമങ്ങളൊക്കെ പറയുകയും ദൈവത്തോട് നമ്മൾ കൈകൂപ്പി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്ക് എൻ്റെ മാവി പറഞ്ഞു തരും. പക്ഷെ അത് അപ്പ പറയും, പിന്നെ ഇന്ന ദൈവങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ ഒരു പശ്ചാത്തലം എനിക്ക് അത്യാവശ്യമായി പറയേണ്ടി വരുന്നതുണ്ട്. മീൻസ് കഴിഞ്ഞ ഒരു ചാനലിൽ ഞാൻ ശരിക്കും എൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുപോകുന്ന എൻ്റെ സമുദായത്തിന് വളരെ വേദനയായി അവർക്ക്. ഞാനൊരു കാര്യം വളരെ ഭയത്തോടും അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടും വളരെയധികം ആത്മാർത്ഥതയോടും ഞാൻ പറയുകയാണ്, നമ്മൾ ഒരു സമുദായത്തിൽ നിന്ന് പുറത്തു വരുന്നത് നമ്മൾ സത്യം അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. ആ സ്വതന്ത്രരാക്കുമ്പോൾ പിന്നെ നമ്മൾ ആ സത്യം മനസ്സിലാക്കിയാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ എന്നോട് 4, 3, 5 എന്ന് പറയുമ്പോൾ എന്നെ ഒരു മാത്സ് അധ്യാപകന്റെ അടുത്ത് വിടുമ്പോൾ 4, 3, 7 ആണെന്ന് മനസ്സിലാക്കി തരുമ്പോൾ നിശ്ചയമായിട്ടും ആ 4, 3, 7 ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ 4, 3, 5 ആണെന്ന് പഠിക്കാൻ പോകത്തില്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. കാരണം ഞാൻ വിട്ടുപോകുന്ന എൻ്റെ സമുദായം എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള എൻ്റെ അപ്പ 2010 മരിച്ചു എന്ന് പറഞ്ഞാലും അതിനകത്തുള്ള ഏകദേശം ഒരു 100-100 സംതിങ് ആൾക്കാരുള്ള ഒരു സമുദായമാണ് ഇപ്പം ശോഷിച്ച് അങ്ങനെ അത്രയും ആയിട്ടുണ്ട്. അതിലും എനിക്കൊരു ഇതും പറയാനില്ല. അതൊക്കെ ദൈവവുമായിട്ടുള്ള കാര്യമാണ്. ഞാൻ അതിലും അവരെ ഒന്നും പറയുന്നില്ല. പക്ഷെങ്കിൽ അതിനകത്ത് പ്രായമായ മാതാപിതാക്കളും സഹോദരങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ള ഒരു പശ്ചാത്തലമുണ്ട്. അവരെ ആരെ നോക്കിയാലും എൻ്റെ കുടുംബത്തിൽ അപ്പയുടെ അമ്മയുടെയും കുടുംബത്തിലുള്ളവർ തന്നെയാണ്. അപ്പൊ ഞാൻ ഇതിപ്പോ എടുത്തു പറയാൻ ഈ ചാനലിൽ കൂടി അതിനൊരു മാറ്റം വരണമല്ലോ
ദൈവം എനിക്ക് ഈ ചാനൽ ഒരു അവസരം തന്നതിനായി ഞാൻ അവർക്ക് വേണ്ടിയും കൂടെ ഞാൻ പറയുകയാണ്. എൻ്റെ ജീവിതാനുഭവത്തിൽ ഇപ്പം മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ താമസിച്ചപ്പോൾ ഹല്ലേലൂയ ഈ മിസ്രൈം അധീനതയിലാ താമസിച്ചതെങ്കിലും അവിടെ ആ ഒരു ഫറവോന്റെ അധീനതയിലാ താമസിച്ചത്. ഫറവോൻ അപ്പനും അല്ലെങ്കിൽ ഫറവോന്റെ മോള് നല്ല പൊന്നെ പോലെ വളർത്തിയെങ്കിലും ശത്രുവിന്റെ കയ്യിൽ ഫറവോനെ കൊടുത്തു എന്ന് പറഞ്ഞാലും ഹല്ലേലൂയ അവിടെ മിസ്രൈമിന് ഒരു തെറ്റ് കാണിച്ചപ്പോൾ ഒറ്റയടിക്ക് ആ മിസ്രൈമിനെ കൊന്നപ്പോൾ ഹല്ലേലൂയ മോശ ഒരു ക്ഷിപ്രകോപിയായിരുന്നു അന്നത്തെ സമയത്ത്. എന്നാൽ മോശ പിന്നെ അത് കഴിഞ്ഞിട്ട് മോശയെ കുറിച്ച് കർത്താവ് പറയാനൊരു കാര്യമുണ്ടായി, ഇവനെ പോലൊരു സൗമ്യനായ മനുഷ്യൻ ഉണ്ടായിട്ടില്ല എന്ന് ദൈവം ഒരു സാക്ഷ്യം പറഞ്ഞുവെങ്കിൽ നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ രൂപാന്തരം പ്രാപിച്ചു പോവുകയാണ്. ആമേൻ. ഒറ്റ ദിവസം കൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞെല്ലാം തികഞ്ഞിട്ടില്ല. ദിനം പ്രതി നമ്മൾ രൂപാന്തരപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, എൻ്റെ ഞാൻ പോരാനുള്ള ഒരു പ്രത്യേക കാരണം യേശുക്രിസ്തു ദൈവമാണെന്നുള്ള സത്യം മനസ്സിലാക്കി. എന്നാൽ അതിനു മുമ്പ് ആ യേശു ദൈവമാണെന്ന് മനസ്സിലാക്കിയില്ലേ? എന്റെ കുടുംബ പശ്ചാത്തലത്തിനകത്ത് യേശുക്രിസ്തുവും എല്ലാ ദൈവങ്ങളും ഒരുപോലെ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി എന്റെ ജനനത്തിൽ എന്റെ അറിവായ സമയത്ത്. അപ്പൊ ഞാന് ദേവീ ക്ഷേത്രത്തിലും പോകും, ഏത് ക്ഷേത്രത്തിൽ പോയാലും പാടുകയും എല്ലാം ചെയ്യും. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമായിരുന്നു എന്റെ ബാല്യം. കായംകുളത്തും താമസിക്കും, എലന്തൂരും താമസിക്കും. കായംകുളത്ത് താമസിക്കുമ്പോൾ ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ആ സമുദായ പശ്ചാത്തലത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഏകദേശം 18-ാം നൂറ്റാണ്ടില് തിരുനെൽവേലിന്ന് പാലക്കാട് മഞ്ഞപ്ര ഗ്രാമത്തിൽ വന്ന് താമസിച്ച ഒരു തമിഴ് കുടുംബം ഉണ്ടായിരുന്നു. അവര് അയ്യറുമാരായിരുന്നു. അവര് കേരളക്കരയിൽ വന്നിട്ട് കരുനാഗപ്പള്ളിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് വസ്ത്ര വ്യാപാരത്തിനായി വന്നു. അത് എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ്. എന്ന് വെച്ചാൽ ഞാൻ ആ കുടുംബത്തിൽ പിറന്ന മോള് തന്നെയാണ്. അവിടുന്ന് ഹല്ലേലൂയ ജോസഫ് പീറ്റ് എന്ന് പറയുന്ന, ഞാൻ പെട്ടെന്ന് പറയട്ടെ, ഒരു മിഷണറിയുടെ കൈ കീഴിൽ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അടങ്ങുന്ന 7 മക്കൾ അടങ്ങുന്ന കുടുംബം സ്നാനം പെട്ടു. ആ സ്നാനപ്പെട്ടപ്പോൾ തന്നെ അതിൽ ഏറ്റവും ഫേമസ് ആയുള്ള എൻ്റെ വല്യപ്പച്ചൻ ജസ്റ്റസ് ജോസഫ് അല്ലെങ്കിൽ വിദ്വാൻ കുട്ടി അച്ഛൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ഒരു കർത്തൃദാസനുണ്ടായിരുന്നു, ആ 7 മക്കളിൽ ഒരാള്. അപ്പം അദ്ദേഹം ഈ ജോസഫ് പീറ്റിന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാനും, ഞാൻ പെട്ടെന്ന് ഒത്തിരി ഒന്നും പറയുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പം ആ ജോസഫ് പീറ്റിന്റെ കൈകീഴിൽ സ്നാനമേൽക്കുകയും അങ്ങനെ അദ്ദേഹം CSI അച്ഛൻ പട്ടം സ്വീകരിച്ച് കരുനാഗപ്പള്ളി CSI അച്ഛനായിട്ട് അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ സ്തോത്രം അദ്ദേഹത്തിന്റെ വിദ്വാൻ കുട്ടിയച്ഛൻ അല്ലെങ്കിൽ ജസ്റ്റസ് ജോസഫിന്റെ നേരത്തെയുള്ള പേര് രാമയ്യർ എന്നായിരുന്നു. അവര് 7 മക്കളായിരുന്നു, ഒരു മോളും 6 സഹോദരന്മാരും. അതിൽ ഒരാളാണ് ഈ രാമയ്യർ എന്ന് പറഞ്ഞ ആള്. അപ്പൊ അദ്ദേഹമാണ് ശരിക്കും ശക്തമായ സഹോദരങ്ങളെല്ലാം കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും അദ്ദേഹം ഒരു ശക്തനായ ശുശ്രൂഷകനായി മാറ്റപ്പെടുവാൻ ഇടയായി. അപ്പോ CSI അച്ഛൻ അവിടെ ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി വ്യാപരിച്ച് ഹല്ലേലൂയ ആ ഹോളിനകത്ത് അല്ലെങ്കിൽ ആ പള്ളിക്കകത്ത് ഒതുങ്ങുന്ന ശുശ്രൂഷയല്ല, അതിനപ്പുറമായി ശക്തമായ ശുശ്രൂഷ വെളിപ്പെട്ട് അദ്ദേഹം ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ അടയാളത്തോടു കൂടി അതേ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പിന്നെ അവിടെ ആ ആലയത്തിനകത്ത് നിൽക്കാൻ കഴിയത്തില്ല. അദ്ദേഹം അവിടുന്ന് പുറത്തിറങ്ങി. ആമേൻ, സ്തോത്രം. പുറത്തിറങ്ങി അതെ ശക്തമായ സുവിശേഷ വേല ചെയ്യുകയും ശുശ്രൂഷ ചെയ്യുകയും ആമേൻ ദൈവസന്നിധിയില് വിശ്വസ്തയോട് നിൽക്കുകയും ഹല്ലേലൂയ സ്തോത്രം. നമുക്കൊരു കാര്യം അറിയാം, ക്രിസ്ത്യൻസ് ആയ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് കണ്ട് യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുകയും യേശുവിനോട് ചേർന്ന് നടക്കുന്ന വ്യക്തികളാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ തന്നെ ഒരു ഹിന്ദു കൺവേർട്ട് ആയി വന്നിരിക്കുന്ന ഒരു വ്യക്തി യേശുവിനെ കാണുമ്പോൾ നിങ്ങൾ ആർത്തില്ലെങ്കിൽ കല്ലുകൾ ആർക്കും എന്ന് പറയുന്നത് പോലെ ശക്തനായ ഒരു ശുശ്രൂഷകനായി അദ്ദേഹം മാറുകയും അപ്പോൾ തന്നെ ഏകദേശം
സുവിശേഷമൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചു നോണ്ടിരിക്കുമ്പോൾ അദ്ദേഹം രാജകൊട്ടാരത്തിലെ പാട്ടുകാരനായിരുന്നു. ഏകദേശം 35 ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നു. നിമിഷ കവിയായിരുന്നു. മാരാമൺ കൺവെൻഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പുള്ളിയാണ്. ഇന്ന് ഞാൻ പ്രാരംഭത്തിൽ പാടിയ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ എന്നുള്ള പാട്ട് പാടിയത് അത് ചെയ്തത് വല്യപ്പച്ചനായിരുന്നു. കാന്താ താമസം എന്തഹോ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ആത്മാവായി വന്നിടുക. ഇപ്പൊ വളരെ പ്രസിദ്ധമായ ഒരു പാട്ടുണ്ട്, ഈ പരദേവനഹോ. ഇങ്ങനെ കുറെ 500 പാട്ടുകളോളം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു നിമിഷ കവിയായിരുന്നു. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പാടിയ പാട്ടുകളാണ്. പരിശുദ്ധാത്മാവ് തന്നെ അദ്ദേഹത്തെ നയിച്ച ഒരു കാലഘട്ടമുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു വന്നല്ലോ, എൻ്റെ ഫാദർ അതിനകത്ത് വലിയൊരു ആക്റ്റീവ് മെമ്പർ ആയിരുന്നു ഈ സമുദായത്തിനകത്തെ. അതിനകത്ത് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ഒരാളായിരുന്നു എൻ്റെ അപ്പ. എങ്കിലും അപ്പായെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. ആ ഒരു സ്നേഹം ഈ സമുദായത്തിലുള്ള എല്ലാവർക്കും എന്നോട് വലിയ സ്നേഹമായിരുന്നു, സന്തോഷമായിരുന്നു. എന്നാൽ ഞാൻ ഈ സമുദായത്തിൽ നിന്ന് പുറത്തു വന്നതാണ്, ഇതിനകത്ത് യേശുവിനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞത് അവരെ നന്നായി വേദനിപ്പിച്ചു. കഴിഞ്ഞ മെസ്സേജിൽ കഴിഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ അവരെ നല്ലതായിട്ട് വേദനിപ്പിച്ചു. അവരുടെ ഹൃദയമൊക്കെ തകർന്നു. ഞാൻ പറയട്ടെ, ഞാൻ അവരെ വേദനിപ്പിക്കാനല്ല ഞാൻ അന്ന് അത് ഷെയർ ചെയ്തത്. ഞാൻ പുറത്തു വന്ന കാര്യമാണ് പറഞ്ഞത്. ഞാൻ അവരെ ഒരിക്കലും വേദനിപ്പിക്കാനല്ല പറഞ്ഞത്. എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു. എൻ്റെ സമുദായത്തെ ഞാൻ അവരെ ഒരുപാട് ആദരിക്കുന്നു. അവര് ശരിക്കും പറഞ്ഞാൽ അവരെന്നെ വളരെയധികം സ്നേഹിച്ച നല്ലൊരു സമുദായമായിരുന്നു. അവരിൽ നിന്ന് ഞാൻ പുറത്തു വരുമെന്ന് അവരും വിചാരിച്ചില്ല, ഞാനും വിചാരിച്ചില്ല. പക്ഷെ കർത്താവ് വിചാരിച്ചപ്പോൾ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ വേർതിരിച്ചു. ഞാൻ ആ സമയത്ത് എന്റെ തീഷ്ണത കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇന്ന സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ അവരെ അത് നന്നായിട്ട് ഫീൽ ചെയ്തു, വേദനിപ്പിച്ചു. ദയവായിട്ട് നിങ്ങളിൽ ആരെങ്കിലും, എന്റെ സമുദായത്തിലുള്ള ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്തെങ്കിലും നിങ്ങളോട് കുറവായിട്ട് എന്തെങ്കിലും നിങ്ങളെ, എന്റെ മാതാപിതാക്കൾ, എന്റെ സഹോദരങ്ങൾ, അവരെയും ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു. പക്ഷെ ഞാൻ ഇറങ്ങിയ പശ്ചാത്തലമാ പറഞ്ഞത്. ഞാൻ അവരെ ഒരിക്കലും വേദനിപ്പിക്കാനല്ല പറഞ്ഞത്. കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ ആയിരുന്ന സമയത്ത് ഒരുപാട് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നപ്പോഴും കർത്താവ് ആ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ നോക്കിയില്ല. മുന്നോട്ട് ധൈര്യമായിട്ട് തന്റെ ദൗത്യം പിതാവ് ഏൽപ്പിച്ചത് ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് പോകുവാൻ ഇടയായെങ്കിൽ, നമ്മളെ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ആ ദൗത്യത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരാം. പ്രിയ ദൈവമക്കളെ, ഞാൻ പറഞ്ഞതിന്റെ സാരം അവർക്ക് വേദന ഉണ്ടാകാനല്ല, എന്റെ സന്ദർഭവും എന്റേതായ പശ്ചാത്തലവുമാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ വിദ്വാൻ കുട്ടിയപ്പച്ചൻ എന്ന് പറയുന്ന ആ കർത്തൃദാസൻ, അദ്ദേഹം ശക്തനായ ഒരു ശുശ്രൂഷകനായിരുന്നു. ഒരൊറ്റ പ്രസംഗത്തിന് ഹല്ലേലൂയ സ്തോത്രം ഏകദേശം 3000 പേര് സ്നാനപ്പെട്ടു. ഏകദേശം മീൻസ് ഒരു കൺവെൻഷൻ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ ഏകദേശം 2 അടങ്ങഴി മിന്നോളം ഉണ്ടായിരുന്നു. ആഭരണമെല്ലാം നിർത്തലാക്കാൻ ഊടുമാവുന്ന ചെയ്തത് വല്യപ്പച്ചനായിരുന്നു. ഇന്ന് പെന്തക്കോസ്തുകാർക്കകത്ത് മിക്ക കാര്യങ്ങളും ചെയ്യുവാൻ ആദ്യം ആരംഭമിട്ടത് വല്യപ്പച്ചനായിരുന്നു, എനിക്ക് അഭിമാനത്തോടെ പറയാം. എന്നാൽ ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷ നമ്മളിൽ കൂടി വെളിപ്പെടണമെങ്കിൽ നമ്മൾ ശൂന്യമായിട്ട് ദൈവം നമ്മളിൽ വളർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയപ്പെട്ട് നിന്നെങ്കിൽ മാത്രമേ ശുശ്രൂഷ ഭംഗിയായിട്ട് പോകത്തുള്ളൂ. എന്നാൽ ഹല്ലേലൂയ ചില മേഖലകളില് ആമേൻ സ്തോത്രം, അത് ബൈബിൾ പ്രമാണത്തിന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ അത് ഞാൻ അതിനെ വിമർശിക്കുന്നില്ല. എന്റെ ജീവിതത്തിൽ ബൈബിൾ ഞാൻ വായിച്ചപ്പോൾ ഹല്ലേലൂയ വെളിച്ചം വരുമ്പോൾ ഇരുളു മാറിപ്പോകുന്നു. വെളിച്ചമുള്ളിടത്ത് ഇരുളിന് സ്ഥാനമില്ല. വെളിച്ചം അകത്ത് വന്നപ്പോൾ ഞാൻ ആ വെളിച്ചത്തിന്റെ പുറകെ പോയി, പിന്നെ ഞാൻ ഇരുട്ടിനകത്തല്ല. എന്ന് വെച്ചാൽ എന്റെ സമുദായം ഇരുട്ടിലായിരുന്നൊന്നും ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എന്റെ അവസ്ഥകളാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എന്നെ ഒരുപാട് സ്നേഹിച്ച എന്റെ സമുദായം, എനിക്ക് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, അവരുടെ ഒരു വാർഷികം ഉണ്ടെങ്കിൽ എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ട് പോകും. പൗലോസ് ഹല്ലേലൂയ എല്ലാം വിട്ടു ഒന്നിലും സിനഗോഗിൽ ഇടയ്ക്ക് പോയില്ലേ? ഹല്ലേലൂയ. അപ്പം ഞാൻ അവർക്ക് എങ്ങനെയെങ്കിലും എന്റെ കർത്താവുമായുള്ള ആഴമായ ബന്ധം അവരും കൂടെ അറിഞ്ഞ്, എന്റെ രക്തത്തോട് രക്തവും എന്റെ മാംസത്തോട് മാംസവുമായ സഹോദരങ്ങളെ ഓർത്ത് എനിക്ക് ആ ഒരു സാക്ഷ്യത്തോടു കൂടി അവർക്ക് എന്നോട് ഒത്തിരി വെറുപ്പായപ്പോൾ ഞാൻ അവരെ ഓർത്ത് ഒരുപാട് കരയുവാൻ ഇടയായി. ഞാൻ അത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്.
ഹല്ലേലൂയ. ഇന്നും ഞാൻ എൻ്റെ സമുദായത്തെ ഓർത്ത് കരയുന്നു. അതെല്ലാം അവരന്യരല്ല, എൻ്റെ അപ്പന്റെയും അമ്മയുടെയും സഹോദരങ്ങൾ തന്നെയാണ്. അവരുടെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എല്ലാം ആയതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം അധികം ആൾക്കാരില്ലെങ്കിലും അവരെ ഞാൻ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്നാലും യേശുക്രിസ്തുവാണ് എൻ്റെ അപ്പനെ അമ്മയെക്കാട്ടിലും, എൻ്റെ അപ്പനെ തന്നതും എൻ്റെ അമ്മയെ തന്നതും എനിക്ക് എന്ത് തന്നതും എൻ്റെ കർത്താവ് തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ കർത്താവ് ഉയർന്നിരിക്കട്ടെ, അത് കഴിഞ്ഞേ ഉള്ളൂ, എനിക്ക് ബാക്കിയല്ല. ഞാൻ എൻ്റെ ബാല്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏത് ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ എൻ്റെ അപ്പായ ശരിക്കും നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പായിക്ക് ശരിക്കും ഖുറാൻ നന്നായിട്ട് അറിയാമായിരുന്നു, രാമായണവും മഹാഭാരതവും നന്നായിട്ട് അറിയാമായിരുന്നു, ബൈബിൾ മൊത്തം നന്നായിട്ട് അറിയാമായിരുന്നു. എങ്കിലും അകത്ത് പ്രകാശിക്കേണ്ട ഹൃദയദൃഷ്ടി എവിടെ പ്രകാശിക്കണമോ അവിടെ പ്രകാശിക്കുവാൻ കഴിയാത്ത മണ്ഡലങ്ങൾ ഉള്ളത് കൊണ്ടാണ് യേശു ക്രിസ്തു മാത്രം സത്യദൈവമെന്ന് തിരിച്ചറിയുവാൻ എൻ്റെ പിതാവിന് കഴിഞ്ഞില്ല. എന്നാൽ യേശുവും ദൈവമാണെന്ന് ഞാൻ അപ്പയോട് പറയാം. അപ്പ യേശു ആണോ ദൈവം, മറ്റുള്ള ദൈവങ്ങളാണോ, ഏതാ ദൈവം എന്ന് പറയും. ഞാൻ പലപ്പോഴും അപ്പയോട് സംശയം ചോദിക്കാം. പറയും, മോളെ യേശു ക്രിസ്തു ദൈവമാണ്, എല്ലാവരും ഒരുപോലെ ഉള്ളൂ. പക്ഷെ യേശു ക്രിസ്തുവിന് 3.5 വർഷത്തെ ശുശ്രൂഷയല്ലേ ഉള്ളായിരുന്നു, ആമേൻ സ്തോത്രം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ പക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ഹിന്ദു ചായവിലുള്ള ഒരു ഇതിലാണ് ഞാൻ വളർന്നത്. സത്യം പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബാല്യത്തില് കായംകുളത്ത് ആ ഒരു ബാല്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ശോഷിച്ച് അങ്ങേയറ്റം നിലം പരിചാകുന്ന ഒരു സമയത്താണ് ഞങ്ങളുടെ ജനനം. എന്ന് പറഞ്ഞാൽ വല്യപ്പച്ചന്റെ ശുശ്രൂഷ ശക്തമായി പോന്ന് അതിനോടനുബന്ധിച്ച് ഞങ്ങൾ മക്കളും കൊച്ചുമക്കളൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ദൈവവുമായിട്ടൊരു ബന്ധവും ഇല്ലാതായി. സത്യം അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് സമുദായമോ സംഘടനയോ സൊസൈറ്റിയോ ഒന്നും അല്ല, അതിന് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. അപ്പം അവിടെ ഈ യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തെ കണ്ടതിന് ശേഷം ഇസ്രായേൽ മക്കളെ എന്ന് ശലോമോന്റെ ദൈവാലയത്തിൽ ഷെക്കേനായി ഇറങ്ങി വന്നു. എന്നിട്ട് ദൈവം ഒരു കാര്യം പറഞ്ഞു, എന്നെ ഇട്ടിട്ട് നീ എവിടോട്ടെങ്കിലും പോലെ, എന്റെ ഭാഷയിൽ പറയുക, ഞാൻ ബൈബിൾ അടിസ്ഥാനത്തില് ഞാൻ എന്റെ ഭാഷയിൽ പറയുവാണ്, എന്നെ ഉപേക്ഷിച്ചിട്ട് നീ വേറെ അന്യ ദൈവങ്ങളുടെ പുറകെ പോകുകയോ നീ വേറെ പോകുകയോ ചെയ്താൽ ഞാൻ നീ ഉള്ളിടത്ത് ഞാൻ കാണത്തില്ല. എന്നെ വിടാതെ നീ എന്നെ മാത്രം സേവിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ കാണും. എന്നാൽ എന്ന് ശലോമോന് കുറെ ഭാര്യമാരും അവരുടെ ദൈവങ്ങളും ഉണ്ടായോ അന്ന് മുതൽ യേശുക്രിസ്തുവിന് അല്ലെ ദൈവത്തിന്റെ ഷെക്കേന, ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാതായി എങ്കിൽ, ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോകും. അത് ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ സ്തോത്രം. ആ ഒരു പശ്ചാത്തലത്തിൽ യേശുക്രിസ്തുവുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരു തലമുറ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ വല്യപ്പച്ചൻ അപ്പയോട് പറഞ്ഞു, ഇത് യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തെ നിങ്ങൾ തിരിച്ചു കണ്ടില്ല എങ്കിൽ നിങ്ങൾ ശാപത്തിന്റെ കീഴിലായി പോകും, നിങ്ങൾ ഒന്നുമില്ലാതെ നിങ്ങളുടെ ഭവനം ഉമ്മം കുരുക്കും എന്ന് പറഞ്ഞു. ഞാന് എന്റെ പല അനുഭവ സാക്ഷ്യത്തിലും ഒരു കാര്യം ഞാൻ പറയും. അത് സാധാരണ നമ്മളത് പൊങ്ങച്ചം പറയുകയല്ല, അത് ചിലർക്ക് ഓർക്കും ഇത്രയും ഉണ്ടെന്ന് അറിയിക്കാനാണ്. നോ, നമുക്ക് ദൈവത്തെ കാണാതിരുന്നപ്പോഴും ദൈവത്തെ കണ്ടപ്പോഴും ദൈവത്തെ കണ്ടിട്ട് ദൈവത്തെ കളഞ്ഞതിന്റെ ഒരു അനന്തര ഫലവും നമ്മൾ അനുഭവിച്ചത് മറ്റുള്ളവരോട് പറഞ്ഞെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിന്റെ സ്തോത്രം നമ്മളോടുള്ള ആ ദൈവവുമായുള്ള ബന്ധവും ദൈവത്തിന്റെ ദൈവം തന്ന ആ കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവർ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നിശ്ചയമായിട്ടും അത് പറഞ്ഞേ മതിയാകൂ. ഹല്ലേലൂയ. എൻ്റെ അപ്പയുടെ അപ്പ ഒറ്റ മോനാ, അവർക്കൊരു 3-4 പെങ്ങന്മാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അപ്പയ്ക്ക് ഒറ്റ മോനായപ്പോ 24 ഏക്കർ വസ്തു കായംകുളം ടൗണിൽ ഉണ്ടായിരുന്നു. അതായത് കായംകുളം റെയിൽവേ സ്റ്റേഷനും ഒക്കെ വല്യപ്പച്ചൻ്റെതായിരുന്നു. എന്റെ അപ്പ വല്യപ്പച്ചൻ അത് നന്നായി നോക്കിയിരുന്നെങ്കിൽ, നന്നായി നോക്കാൻ പറ്റത്തില്ല, കർത്താവ് ഉപേക്ഷിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ 24 ഏക്കറുള്ള, അതായത് ഞാനിപ്പോ 3ാമത്തെ ജനറേഷൻ, എന്റെ അപ്പ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ 24 ഏക്കറിൽ ഇപ്പം അത് മുന്നോട്ട് ദൈവം ഉണ്ടായിരുന്നേ അത് അവിടെ കിടന്നേനെ പറഞ്ഞു. പക്ഷെ ദൈവത്തിൽ നിന്ന് വിട്ട് അകന്നപ്പോൾ പറഞ്ഞു, ഈ മക്കൾ ഇനി യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തെ കണ്ടില്ലെങ്കിൽ ഇതെല്ലാം നാമാവിശേഷമായി ഒന്നുമില്ലാതെയാകുമെന്ന് പറയുവാനിടയായി. അങ്ങനെ ഇടയാകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവര് വലിയ ഇതൊന്നും കൊടുത്തില്ല, എങ്കിലും ദൈവത്തിന് ഇത്രയും സ്ഥലം കൊടുത്തേക്കാമെന്നൊരു വാക്ക് പറഞ്ഞു. അങ്ങനെ ഒരു 3.5 ഏക്കർ, 24 ഏക്കറിൽ 3.5 ഏക്കർ ഒഴിച്ച് ബാക്കിയെല്ലാം
മൊത്തം പോയി. അതെല്ലാം ഞങ്ങളും ഞങ്ങളുടെ കൊച്ചുമക്കൾ വരെ അനുഭവിക്കാൻ, ഞങ്ങൾ ഇന്നെങ്ങും നല്ല സമാധാനമായിട്ട് ലോകപ്രകാരം ജീവിക്കാനെല്ലാം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തെ എന്ന് ഉപേക്ഷിച്ചോ അന്ന് മുതൽ ഞങ്ങൾ ശാപത്തിന്റെ കീഴിലായി എന്നുള്ളത് സത്യമാണ്. അത് ഞങ്ങളുടെ അനുഭവമാണ്. അല്ലെങ്കിൽ എന്ന് ഇസ്രായേൽ മക്കൾ ദൈവത്തിന് വിരോധമായി നിന്നോ അന്ന് അവർ പ്രവാസത്തിൽ പോകേണ്ടി വന്നു. അത് ദൈവത്തിന്റെ നീതിയാണ്. അല്ലെങ്കിൽ അത് വ്യക്തിപരമായിട്ടുമുണ്ട്. ആമേൻ, സ്തോത്രം. ഞാൻ പറയട്ടെ, ഞാൻ ആ കഷ്ടത്തിനകത്ത് അല്ലെങ്കിൽ ശാപഗ്രസ്തരായി ഞങ്ങൾ തീരുവാൻ ഇടയായി എന്ന് എന്റെ കർത്താവിനെ വിട്ടതിൽ നിന്നാണ് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കി. അപ്പോ തന്നെ എന്റെ വല്യപ്പച്ചന്റെ സകല ആ വസ്തുക്കൾ ഇങ്ങനെ കുറേശ്ശെ ആയി 3.5 ഏക്കറായി. ആ 3.5 ഏക്കർ നിലനിൽക്കുമ്പോൾ 38 വയസ്സുണ്ട് എന്റെ വല്യപ്പച്ചന്. 18ാമത്തെ വയസ്സിലെങ്ങാണ്ട് കല്യാണം കഴിപ്പിച്ച ഒരു മോനല്ലേ ഉള്ളൂ. അങ്ങനെ 3-4 മക്കൾ. എന്റെ അപ്പയും 3 പെങ്ങന്മാരുമായിരുന്നു. അവരെയെല്ലാം നല്ലതായിട്ട് കല്യാണം കഴിച്ചു വിട്ടു. എല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോ തന്നെ ശാപത്തിന്റെ അല്ലേ, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ആ അപ്പായുടെ 38ാമത്തെ വയസ്സിൽ എന്റെ വല്യമ്മച്ചി മരിച്ചുപോയി. ആ വല്യമ്മച്ചി മരിച്ചു പോകുമ്പോൾ അപ്പായും എന്റെ അപ്പായുടെ പെങ്ങന്മാരും എന്റെ വല്യപ്പച്ചനും മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നോക്കിക്കണ്ട് ചെയ്യുവാൻ ആരുമില്ല. അപ്പയുടെ ഒരു വല്യപ്പച്ചന്റെ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്ന എലന്തൂരാണ്. ആ കല്യാണം കഴിച്ചിരിക്കുന്ന എലന്തൂരാണെന്ന് പറയുമ്പോൾ എന്റെ അമ്മയുടെ ഫാദറിന്റെ മൂത്ത സഹോദരനാണ് അപ്പയുടെ മാവിയെ, അതായത് വല്യപ്പച്ചന്റെ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ആ വല്യപ്പച്ചനോട് പറഞ്ഞു, നീ നിന്റെ ഭാര്യ പോയി, ഇനി നീ ഇങ്ങി പോരെ, നീ ഇനി അവിടെ നിൽക്കണ്ട, നിന്റെ മക്കളെയും കൊണ്ട് നിനക്ക്. അപ്പോ തന്നെ ആ 18 വയസ്സിൽ കല്യാണം കഴിക്കാൻ പോകുമ്പോ തന്നെ ഒന്നും പ്രാപ്തിയൊന്നും ഇല്ല. ഭയങ്കര രാജകീയമായി വളർന്ന ഒരു മോന, 100 ബാല്യക്കാരും എല്ലാം ഉള്ള ഒരു കുടുംബത്തിൽ നന്നായിട്ട് ജീവിച്ച ആ വല്യപ്പച്ചന് ഒന്നുമില്ലാതായിട്ട്, ആമേൻ, സ്തോത്രം, അതെല്ലാം കൊണ്ട് ഏകദേശം 3 കാളവണ്ടി സാധനം അന്നത്തെ കാലത്ത് നമ്മുടെ വീട്ടിലെ അറേ നെറിയൊക്കെയുള്ള നല്ല വീടും നല്ല സെറ്റപ്പ് ആയിരുന്നു. ആ സാധനങ്ങളെല്ലാം എടുത്ത് എലന്തൂരോട്ട് അങ്ങ് പോയി. എന്റെ അമ്മ പറഞ്ഞ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ 3 കാളവണ്ടി സാധനം അവിടെ ഇറക്കി. ചെമ്പും വാർപ്പും അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനം. ഞാൻ ഭൗതിക നന്മയോ അല്ലെങ്കിൽ സ്വത്തോ ഇതെല്ലാം നഷ്ടപ്പെടുവാൻ ഒരു കാരണമുണ്ട്. ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ വന്നിട്ട് എല്ലാം ക്ഷയിച്ചു പോയിട്ട്, സാധാരണ അതെ എന്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം രാജകീയമായിട്ട് ഇനിയും വളരണം, അവരിനി കടയിൽ നിന്ന് അരിയൊന്നും വാങ്ങിക്കല്ലേ, അവർ സമൃദ്ധിയായിട്ട് ജീവിക്കണം, എല്ലാ സ്വത്തുക്കളായിട്ടും എല്ലാം അവർക്ക് ഉണ്ട് എന്ന് വല്യപ്പച്ചന്റെ പ്ലാൻ എല്ലാം അതെ വട്ടപൂജ്യമാക്കിയിട്ട് എടുത്ത് ദൂരെ എറിച്ച് കർത്താവ് എന്തോ ചെയ്തു? ഹല്ലേലൂയ, എല്ലാം ഒന്നും ഇല്ലാതാക്കി. ഏകദേശം 3.5 ഏക്കർ വസ്തുവായി. പിന്നെ എന്റെ അപ്പായൊക്കെ മൈനർ ആയപ്പോഴല്ല മേജറോ ഇങ്ങനെയൊക്കെ പറയുമല്ലോ, ആ 3.5 ഏക്കർ ആരാണ്ടൊക്കെ എടുത്തു. അപ്പ കേസ് പറഞ്ഞാണ് ആ 3.5 ഏക്കർ വസ്തു നേടിയെടുത്തത്. ആ വസ്തു ഒഴിച്ച് ബാക്കിയെല്ലാം ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയി. ഇനി ഞാൻ പറയട്ടെ, എന്റെ ബാല്യകാലത്തിൽ കായംകുളത്തും എലന്തൂരുമായിട്ട് ഞാൻ താമസം ആയിരുന്നു. കുറച്ച് 10ാം ക്ലാസ് വരെ പഠിച്ചെങ്കിൽ 10 സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അമ്മ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു, പപ്പ കായംകുളത്തായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിച്ചു. ഞങ്ങൾ 4 മക്കൾ ജീവിച്ചെന്ന് പറയുന്ന 4 മക്കൾക്കും ഒരുപോലത്തെ സിറ്റുവേഷൻ അല്ല വന്നത്. എന്റെ അനിയത്തിയെ സംബന്ധിച്ച് എന്റെ അനിയത്തി അമ്മയുടെ കൂടെ തന്നെയാണ് ജീവിച്ചത്. ഞാൻ അങ്ങനല്ല, അപ്പയുടെയും അമ്മയുടെയും കൂടെ ജീവിച്ചത്. അപ്പയുടെ അടുത്ത് കുറെ വർഷം നിൽക്കും, പിന്നെ അവിടെ പോകും. അപ്പോഴത്തേക്ക് എന്റെ നല്ല കൂട്ടുകാര് 2ലും 3ലും കുഞ്ഞ് അല്ലെങ്കിൽ 8ലും 9ലും ഒക്കെ ഉള്ള കൂട്ടുകാർ നല്ലതായിട്ട് സ്നേഹിച്ചു വരുമ്പോഴത്തേക്ക് എന്നെ പറിച്ച് അങ്ങോട്ടും കൊണ്ടുപോകും. അല്ലെങ്കിൽ അപ്പയുടെ അടുത്ത് എന്തെങ്കിലും ഒരു വിഷമം, ഇപ്പൊ എനിക്ക് അമ്മയുടെ അടുത്ത് പോകണമെന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ കൊണ്ട് നടന്നത് കൊണ്ട് നിശ്ചയമായിട്ടും എനിക്ക് വളരെ വേദനകൾ ഉണ്ടായി. കൂട്ടുകാരുടെ ബന്ധങ്ങൾ പോയി. എന്നാലും അന്ന് എന്റെ കൂടെ പഠിച്ച കൂട്ടുകാരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എങ്കിലും അതും ഒരു വേദനാജനകമായിരുന്നു. അപ്പോ തന്നെ എന്റെ അപ്പായിക്ക് ശരിക്കും നമ്മുടെ വസ്തുവിൽ തന്നെ ഒരു തുളസിത്തറയും ഒരു കുളവും അമ്പലക്കുളം പോലൊരു കുളവും സർപ്പക്കാവും എല്ലാം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഈ സർപ്പത്തിനെ പുള്ളവന്മാര് അങ്ങനെയൊക്കെയുള്ള അവരെ വർഷത്തിലൊരിക്കൽ വായിപ്പിക്കുകയും അവിടെ ഈ രാമായണ മാസം അവിടെ രാമായണം വായിക്കുകയും അങ്ങനെയൊക്കെയുള്ളതും യേശുവിനെയും വിളിക്കും. അതെല്ലാം അപ്പം എനിക്ക് വളരെ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ തന്നെ ദേവീ ക്ഷേത്രങ്ങളിലൊക്കെ എന്റെ പിതാവ് എന്നെ കൊണ്ടുപോകുമായിരുന്നു. ഞാൻ പറഞ്ഞത് അവരെ ഒന്നും കുറ്റം പറയുമല്ല, അവരുടെ അകത്ത് ഹൃദയദൃഷ്ടി ഞാൻ എന്നാ യേശുവിനെ കണ്ട, ഇന്നേക്ക് 20 വർഷത്തിന് മുമ്പാണ് ഞാൻ കർത്താവിനെ കാണുവാൻ ഇടയായത്. ഞാൻ പറഞ്ഞത് ഈ ഹിന്ദു പശ്ചാത്തലത്തിലൊക്കെയാണ് ഞാൻ കുറച്ചൊക്കെ വളർത്തപ്പെട്ടത് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയട്ടെ, അങ്ങനെ ഞാൻ അവിടെയും ഇവിടെ ആയതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ, കായംകുളത്ത് നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ പണ്ട് മുതലേ നമ്മുടെ വീട്ടിലെ ജോലിക്കാരുണ്ടായിരുന്നു.
ആ ജോലിക്കാരുണ്ടായിരുന്ന ഓരോ വിഭാഗത്തിലുള്ള ഓരോ ആൾക്കാർ നമ്മുടെ വീട്ടിലെ ജോലിക്കാരുണ്ടാകുന്ന ഒരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തെങ്ങ് കയറുന്ന ആൾക്കാരായിരുന്നു നമ്മുടെ വീട്ടിലെ ജോലിക്കാരൻ. അപ്പം അവിടെ എന്നെ പൊന്നെ പോലെ ഒരു രാജകുമാരി പോലെ ഞാൻ വളർന്നു. പക്ഷെ എലന്തൂര് ചെല്ലുമ്പോൾ ഒരു വേലക്കാരിയുടെ കൂട്ടാൻ ഞാൻ ജീവിച്ചത്. കാര്യം അമ്മ പോസ്റ്റ് ഓഫീസിൽ പോകുമ്പോൾ അമ്മ എന്താ ഒരു ചോറോ ചമ്മന്തിയോ മെഴുക്കുവരട്ടിയോ ഉണ്ടാക്കി വെക്കും, വേണേ കഴിച്ചോണം, വേണ്ടേ കഴിക്കും. പക്ഷെ കായംകുളത്ത് അതല്ല, ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലേ സ്കൂളിൽ പോകുമ്പോൾ ഇല്ലാതെ പോകും. പിന്നെ വല്യപ്പച്ചൻ ചോറും ഇഷ്ടമുള്ള കറിയൊക്കെ ഉണ്ടാക്കി ചൂടോടെ ഉച്ചയ്ക്ക് കൊണ്ടുതരും. അങ്ങനെ അവിടെ വളരെ നിർബന്ധ ബുദ്ധിയും വളരെ ഇതായിട്ടൊക്കെയാണ് ഞാൻ അവിടെ വളർന്നത്. എലന്തൂര് ചെല്ലുമ്പോൾ ഒന്നുമില്ല. എലന്തൂര് ഒന്നുമില്ലെന്നല്ല, അമ്മ എന്തേലും ഉണ്ടാക്കി വെച്ചിട്ട് പോകും, അത് വേണേ കഴിച്ചോണം. ഇത് ഞാൻ പറയുന്നതിന്റെ കാര്യം, എന്റെ ജീവിതത്തിലെ ആ സാഹചര്യങ്ങളും അല്ലെ ആ പശ്ചാത്തലം ഒക്കെ എന്നെ വളരെ പല കാര്യങ്ങൾക്കും എന്നെ സ്വാധീനിച്ച് ഒരുപാട് ഹൃദയത്തിനകത്ത് വേദനകളും നൊമ്പരങ്ങളും അസ്വസ്ഥതകളും ഒക്കെ മുറിവുകൾ, ഒരുപാട് ആഴമായ മുറിവുകൾ ഉണ്ടാകാൻ ഇടയായി. ഹല്ലേലൂയ. അപ്പോൾ തന്നെ അപ്പയും അമ്മയും അത്ര നല്ല സ്നേഹമായിരുന്നില്ല. ചിലപ്പോഴൊക്കെ അപ്പയ്ക്കും അമ്മയ്ക്കും അസ്വസ്ഥത ഉണ്ടാകാം. പക്ഷെ അപ്പയും അമ്മയും നിഷ്കളങ്കരാണ്, നല്ല മനുഷ്യരാണ്. തമ്മിൽ എന്തെങ്കിലും ഒന്ന് നല്ല സ്നേഹത്തോടെ ഇരിക്കുവാണെങ്കിൽ പിശാച് അവിടെ കയറി അവരെ സ്വസ്ഥത കെടുത്തും. അങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട ഒരുപാട് എന്റെ സമയങ്ങൾ എന്റെ മുന്നിലുണ്ട്. അപ്പോ എലന്തൂര് നിൽക്കുമ്പോൾ ഓർക്കും കായംകുളത്ത് വായിച്ച് സമാധാനം കിട്ടുമെന്ന്, കായംകുളത്ത് നിൽക്കുമ്പോൾ ഓർക്കും പരിയാരത്ത് അമ്മയുടെ അടുത്ത് പോയാൽ ഇച്ചിരി ആശ്വാസം കിട്ടുമെന്ന്. എന്നാൽ ഈ അപ്പയും അമ്മയും നല്ല മനുഷ്യരുമാണ്, നല്ല സ്നേഹവുമാണ്. അപ്പ നല്ല കുടുംബത്തിൽ പിറന്നത്, അമ്മയും നല്ല കുടുംബത്തിൽ പിറന്നത്. ലോകപരമായിട്ട് നമുക്ക് എത്ര കുടുംബ പാരമ്പര്യം പറയുമ്പോഴും അമ്മ താഴെ കുടുംബത്തിലെ അല്ലേ അമ്മയുടെ ഫാമിലി, അപ്പ ഫാമിലി താഴെ കുടുംബത്തിലെ, അപ്പയുടെ അപ്പ ഫാമിലി അങ്ങ് കുരുടാമണി ഫാമിലിയാ, അപ്പ വലിയ ഫാമിലി, എന്റെ അപ്പ വലിയ അയ്യൊരു കുടുംബത്തിൽ പെട്ടതാണ്, അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണെന്നൊക്കെ പറയുമ്പോഴും ഒരൊറ്റ പാരമ്പര്യമേ ഇപ്പൊ നമുക്ക് പറയാനുള്ളൂ, ആ അനുസരണം കെട്ട കുടുംബത്തിൽ നിന്ന് പുറത്തു വന്നത്. അനുസരണം കെട്ട കുടുംബം എന്ന് വെച്ചാൽ ഏദൻ തോട്ടത്തിലെ അനുസരണം കെട്ടവന്റെ മക്കളായ പാരമ്പര്യമേ നമുക്ക് പറയാനുള്ളൂ, അല്ലാതെ നമുക്കൊന്നും പറയാനില്ല. 5 തലമുറയ്ക്ക് മുമ്പ് ഹല്ലേലൂയ എന്റെ വല്യപ്പച്ചൻ ഒരു അയ്യർ കുടുംബത്തിൽ നിന്ന് പുറത്തു വന്നു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. എന്നോട് എന്റെ വീട്ടിലെ എന്റെ അപ്പായൊക്കെ പറയുമ്പോൾ നായന്മാര് മുതൽ ശൂദ്ര വിഭാഗം അവരുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കരുത്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, വെറുപ്പായിരുന്നു. ഞാനത് എല്ലാ സാക്ഷ്യത്തിലും പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓരോ ഹിന്ദുക്കളായവരും പുറത്തു വരുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന അവസ്ഥ നമ്മൾ മനസ്സിലാക്കണമേ. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ ഇന്ന് യേശുക്രിസ്തു നമ്മുടെ അകത്ത് വന്ന് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ആ യേശുവിന്റെ സ്വഭാവം നമ്മുടെ അകത്തുണ്ടെങ്കിലേ നമ്മളെ കണ്ട് മറ്റുള്ളവർ യേശുവിനെ കാണാൻ ഇടയാകത്തുള്ളൂ. ഹല്ലേലൂയ. ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല. ഇറച്ചി, മീനെ, മുട്ട നമ്മുടെ വീട്ടിൽ കയറ്റത്തില്ല. ഇങ്ങനെ ഉണ്ടാക്കുന്ന വീട്ടിലെ സ്മെല്ല് വല്ലതും കൊണ്ട് അവിടുന്ന് ഞാൻ ഓടും. എനിക്കത് ഭയങ്കര അസ്വസ്ഥതയാണ്. ഞാൻ എന്റെ സാക്ഷ്യം പറയുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ കർത്താവിന്റെ ദാസി, ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. ആമേൻ സ്തോത്രം. ഞാൻ പറയട്ടെ, അങ്ങനെ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. എനിക്ക് ഭയങ്കര ക്രിസ്ത്യാനികളെ എനിക്ക് വെറുപ്പായിരുന്നു. ഞാൻ ഇങ്ങനെ ഓരോ നായന്മാര് മുതൽ താഴോട്ടുള്ള ശൂദ്ര വിഭാഗമാ, അവരുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കരുത്, അല്ലെ അവരുടെ വീട്ടിൽ നോൺ വെജ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്. എന്നാൽ യേശുക്രിസ്തു എന്ന് പറയുന്ന ഇപ്പോഴത്തെ കണ്ടീഷൻ വെക്കുമ്പോൾ യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തെ ഞാൻ കണ്ടത് കൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം എനിക്ക് ആണും പെണ്ണും 2 ജാതിയേ ഉള്ളൂ. ഇനി പെന്തക്കോസ്തുകാരുടെ ഇടയിൽ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ എനിക്ക് പറയാൻ ഒരു കാര്യമുണ്ട്, യഹൂദന്മാരല്ലാത്തവരെല്ലാം ജാതികളാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ വന്നെങ്കിൽ, ഇന്നലെ കർത്താവിന്റെ ദാസി വന്നെങ്കിൽ മിനിഞ്ഞാന്ന് വേറൊരാളെ യേശുക്രിസ്തുവിനെ കാണുവാൻ ഇടയായി. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ജാതി മതം ഒന്നും പറയാനില്ല. സ്വർഗത്തിലേക്കുള്ള അപ്പന്റെ 2 മക്കളുണ്ട്, ആണും പെണ്ണും 2 ജാതി. ഇനി യഹൂദന്മാര് സ്വന്തം മക്കളും മറ്റേ ജാതികളും കാറ്റൊലിവായിരുന്നു നമ്മളെ നാട്ടൊലിവാക്കിയത് കൃപയാലാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ പെന്തക്കോസ്തുകാർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം ആഭരണം നിർത്തലാക്കിയത് വല്യപ്പച്ചനാന്ന് പറഞ്ഞാലും ആഭരണം ഇടാൻ വലിയ ഇഷ്ടമായിരുന്നു എനിക്ക്. ഹല്ലേലൂയ. എന്റെ സമുദായം അനുശാസിക്കുന്ന ആഭരണം ഇടരുതെന്നായിരുന്നു അവർക്ക് ഇഷ്ടമല്ല. ആ ആഭരണം ഇല്ലാത്ത ഒരു ഇതിലാണെങ്കിൽ നമുക്ക് എന്തിന്, കൊച്ചു പിള്ളേരെ ശ്രദ്ധിച്ചറിയാം, എന്തിന് ഇഷ്ടമല്ല എന്ന് പറയുന്നതിന് അവർക്കൊരു ആകർഷണമുണ്ട്. ഹല്ലേലൂയ. ലോകത്തിലുള്ളതിനെ വെറുക്കണമെന്ന് പറഞ്ഞാൽ ഇരുമ്പും കാന്തവും ആകർഷിക്കുന്ന, ലോകത്തിനെ ആകർഷിക്കുന്ന ഒരു സ്വഭാവം അത് വലിയവർക്കും ഉണ്ട്, ചെറിയവർക്കും ഉണ്ട്. ആമേൻ സ്തോത്രം. ആഭരണം നിർത്തലാക്കിയ ഒരു വല്യപ്പച്ചന്റെ കൊച്ചുമോളാണെങ്കിലും ആഭരണം ഇടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്.
ഹല്ലേലൂയ. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അപ്പ കാണാതെ കുപ്പിവളയൊക്കെ ഇങ്ങനെ കയ്യിലിട്ട് ഒക്കെ അപ്പയെ കാണുമ്പോൾ ഊരി മാറ്റി ബെറ്റിക്കോട്ടിനകത്തോട്ട് ഇട്ടിട്ട് പാത്ത് പോകും. അത്രയ്ക്ക് ആഭരണ കൊതിച്ചിയായിരുന്നു ഞാൻ. ആഭരണം ഇടാൻ ഇഷ്ടമായിരുന്നു. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ചുരുക്കം പറഞ്ഞാൽ എന്റെ ബാല്യകാലമൊക്കെ അവിടെ കൊണ്ട് ഇങ്ങനെ ഈ ദൈവങ്ങളെയൊക്കെ ഏത് ദൈവമാണെന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു അരണ്ട വെളിച്ചം, കർത്താവിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. ആ കർത്താവിന്റെ കാൽവരി ക്രൂശിനെയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ കുരിശിൽ കിടക്കുന്നതൊക്കെ കണ്ട് മനസ്സിനകത്തൊരു നല്ല എന്തോ ഒരു അകത്തുനിന്ന് ഒരു ഉൾവലിവുണ്ട്. കർത്താവിനോട് ഒരു ആകർഷണം എനിക്കുണ്ടായിരുന്നു. എങ്കിലും അപ്പ പറയും, മോളെ ക്രിസ്ത്യൻ പാട്ടുകളൊന്നും അല്ലെ മറ്റുള്ള പാട്ടുകൾ, ഈ ഇംഗ്ലീഷ് ടൈപ്പ് പാട്ടുകളോ അല്ലെങ്കിൽ നമ്മുടെ വല്യപ്പച്ച പാടിയ പാട്ടുകളുണ്ട്, ഈ പാട്ടുകളൊന്നും പാടുന്ന എനിക്ക് ഇഷ്ടമല്ല, നീ പാടുന്ന എനിക്ക് കേൾക്കാം. ഇപ്പം യേശുവിൻ നാമം യേശുവിൻ നാമം അല്ലെങ്കിൽ എന്തതിശയമേ എന്നുള്ള പാട്ട് പാടിയ വലിയ അപ്പയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. നമ്മുടെ നല്ല സ്റ്റാൻഡേർഡ് പാട്ടുള്ളപ്പോ ഈ പാട്ട് പാടാൻ പോകുന്ന എന്തിനാ, നമ്മുടെ ഇമേജ് പോവാ എന്ന് വരെ എന്റെ അപ്പ പറഞ്ഞു. അപ്പയെ കുറ്റമായിട്ട് പറയില്ല, അപ്പയെ അങ്ങനെ ശീലിച്ചത്. അതിന് നമ്മൾ അവരെ കുറ്റം, എന്റെ അപ്പയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അപ്പ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു. എന്റെ ദൈവം കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ബഹുമാനിക്കുകയും എന്നെ ഏറ്റവും 4 മക്കളിൽ ഏറ്റവും സ്നേഹിച്ച ഒരു മോളായിരുന്നു ഞാൻ അപ്പയ്ക്ക്. അല്ലെങ്കിൽ അപ്പയ്ക്കും അമ്മയ്ക്കും പ്രത്യേക ഒരു സ്നേഹം എന്നോടുണ്ടായിരുന്നു. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തെ കാണുവാനുള്ള സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു പെട്ടെന്ന് വരാമേ. ഹല്ലേലൂയ. ബാല്യകാലത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഞാൻ വളർന്നു. ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിനെക്കാട്ടിലും കഷ്ടമായിട്ടാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് പോയത്. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, ബാല്യം കഴിഞ്ഞു, 10th ഒക്കെ കഴിഞ്ഞു, അല്ലെ എല്ലാം എൻ്റെ വിദ്യാഭ്യാസം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഹയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഞാൻ തിരുവനന്തപുരം ശ്രീ സ്വാതന്ത്ര്യ തിരുനാൾ സംഗീത കോളേജില് പഠിക്കുവാൻ പോയി. അവിടെ പോയി പഠിക്കുമ്പോഴും ഹല്ലേലൂയ എല്ലാ ഹിന്ദു ദൈവങ്ങളെ പറ്റിയുള്ള പാട്ടുകളാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ എന്റെ ഗ്രാൻഡ് ഫാദർ ചോദിച്ചു, 4 മക്കളിൽ ഇത് ആരുണ്ട് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞപ്പോൾ എന്റെ അപ്പ പറഞ്ഞു, മോളെ ഞാൻ നിന്നെ സംഗീത കോളേജിൽ പഠിക്കാൻ വിടുക, നിനക്ക് താല്പര്യമുണ്ടോ? എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പാട്ടൊക്കെ പഠിച്ചിട്ട് സംഗീത കോളേജിൽ, തിരുവനന്തപുരം SST കോളേജ് ഓഫ് മ്യൂസിക് അല്ലെങ്കിൽ തിരുവനന്തപുരം ശ്രീ സ്വാതന്ത്ര്യ തിരുനാൾ സംഗീത കോളേജിൽ ഞാൻ ഡിഗ്രിയും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ ഹല്ലേലൂയ ദൈവങ്ങളെ സ്തുതിച്ചുള്ള പാട്ടുകളാണ്. അപ്പോൾ തന്നെ എന്റെ പേര് ഒഫീഷ്യൽ നെയിം സാറാമ്മ ജോസഫ് എന്നാണ്. എന്നാൽ എന്റെ ഒഫീഷ്യൽ നെയിം ഇടുന്നതിന് മുമ്പ് ഞങ്ങളുടെ സമുദായത്തിൽ എന്റെ ഒരു 17 വയസ്സിലാണ് നമ്മുടെ ഈ മാമോദീസ എന്ന് പറയുന്നത് പോലെ പട്ടാഭിഷേകം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ പട്ടാഭിഷേകം എന്ന് പറയുന്നത് പേരിടുക അല്ലെങ്കിൽ രാജകീയ പുരോഹിത വർഗമായി തീരുക എന്നുള്ള ഒരു സംഭവമാണ്. അപ്പം എന്റെ പേര് എന്നോട് ചോദിച്ചു, 3 പേര് അപ്പ എന്നോട് ചോദിച്ചു. വല്യമ്മച്ചിയുടെ പേര് സുന്ദരിയമ്മാൾ എന്നാ. സുന്ദരിയമ്മാൾ നിടണോ, ഗായത്രി നിടണോ, സാറാമ്മ ജോസഫ് നിടണോ? എന്തോ കുറി വന്ന് സാറാമ്മ ജോസഫായി. എനിക്കാണെ ക്രിസ്ത്യൻ നെയിം ഇഷ്ടവുമല്ല. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, കോളേജിൽ ചെന്നപ്പോൾ എന്റെ പേര് റെക്കോർഡ് നെയിം സാറാമ്മ ജോസഫ് എന്നായതുകൊണ്ട് എന്നെ ആരെങ്കിലും സാറാമ്മ ജോസഫ് എന്ന ഈ കോളേജിൽ ആരെങ്കിലും ഞാനൊരു ക്രിസ്ത്യൻ ആണെന്ന് അറിയുന്നത് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഞാനൊരു ക്രിസ്ത്യനാണെന്ന് ആരും അറിയത്തില്ല. അതിനാ ഈ ഓർണമെന്റ്സ് ഇടുന്നത്. ഓർണമെന്റ്സ് ഇട്ടില്ലേ പെന്തക്കോസുകാരാന്ന് പറയും. അതും എനിക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ഞാൻ അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഹാജര് എടുക്കുമ്പോൾ ടീച്ചർ സാറാമ്മ ജോസഫ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സാറാ ജോസഫ് എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ഞാൻ മിണ്ടാതിരുന്നു. 1 മാസത്തോളം മിണ്ടാതിരുന്നപ്പോൾ ഹല്ലേലൂയ ഈ കുട്ടി എന്റെ കോളേജിലുള്ള എന്റെ ക്ലാസ്മേറ്റ് ഒക്കെ എന്റെ കൂടെ ഇപ്പോഴും ഇനി മിക്കവാറും ഈ സാക്ഷ്യം അവർ കേൾക്കാൻ ചാൻസ് ഉണ്ട്. അവർക്ക് അന്നേരം മനസ്സിലാകും. ആ 1 മാസത്തോളം എന്റെ ഹാജരി പോയെന്ന് ഓർക്കണമേ. അപ്പോൾ തന്നെ ഹല്ലേലൂയ എന്റെ പേര് സാറാം ജോസഫ് എന്നായതുകൊണ്ട് ഞാൻ ടീച്ചേഴ്സ് റൂമിൽ സ്റ്റാഫ് റൂമിൽ ചെന്നിട്ട് ടീച്ചറിനോട് ഞാൻ പറഞ്ഞു, ടീച്ചറെ, ഒരു ഹൈമോദി എന്ന് പറഞ്ഞു ടീച്ചറായിരുന്നു എന്റെ ക്ലാസ് ടീച്ചർ. ഞാൻ പറഞ്ഞു, ദയവായിട്ട് ടീച്ചറെ എന്റെ പേര് സാറാമ്മ ജോസഫ് തന്നെ വിളിക്കല്ലേ, അതിന്റെ അടിയിൽ സിജി എന്ന് ഇട്ടേക്കണേ. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ വീട്ടിലെ പേര് സിജി എന്നാണ്. അപ്പൊ സിജി എന്നെ വിളിക്കുവാണെങ്കിൽ ഞാൻ പ്രസന്റ് ചെയ്യും. എന്റെ കുഞ്ഞെ, നീ ഇതൊന്ന് നേരത്തെ എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ, നിനക്ക് വലിയ വിഷമമാണെങ്കിൽ വേണ്ട, സാരമില്ല, ഞാൻ നിന്നെ അങ്ങനെ വിളിക്കത്തില്ല. അതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ നിന്റെ ഹാജരിൽ അങ്ങനെ പറഞ്ഞേക്കാന്ന് പറഞ്ഞു. ഇത് 3rd ഇയർ വരെ ഇങ്ങനെ ഓരോ ടീച്ചേഴ്സിനോട് പറഞ്ഞ് ടീച്ചേഴ്സ് അത് അംഗീകരിച്ചു. 3rd ഇയർ കഴിയുമ്പോൾ ഹല്ലേലൂയ 4th ഇയറിലേക്ക് തൊട്ട് 3rd ഇയറിലേക്ക് വന്നപ്പോൾ കൊച്ചു വസന്ത ടീച്ചർ, വലിയ വസന്ത, 2 വസന്ത ടീച്ചർമാരുണ്ടായിരുന്നു. ഒരു ടീച്ചർ എന്നെ സാറാമ്മ ജോസഫ് എന്ന് വിളിച്ചപ്പോൾ ഞാനും ആ ടീച്ചറിനോട് എന്ന് പറഞ്ഞു, ടീച്ചറെ, നിന്റെ അപ്പനും അമ്മയും ഇട്ട പേര് സാറാമ്മ ജോസഫ് എന്നാ, നിനക്ക് എന്തുകൊണ്ട് ആ പേരിൽ ഇത്ര ദുരഭിമാനം? നിന്നെ ആ പേര് വിളിച്ചാൽ നിനക്ക് എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു, ടീച്ചറെ, എനിക്ക് ഇഷ്ടമല്ല ആ പേര്, എന്നാ ഞാൻ നിന്നെ സാറാമ്മ ജോസഫിനെ വിളിക്കത്തുള്ളൂ. അപ്പം മുതൽ ഞാനും ടീച്ചറുമായിട്ടൊരു
വല്ലാത്ത അസ്വസ്ഥതയെ. ക്ലാസ്സിൽ കോളേജിലൊക്കെ ടീച്ചേഴ്സിനൊക്കെ വലിയ കാര്യമായിരുന്നു എന്നെ. അന്ന് ഒരു എല്ലാ പെൺപിള്ളാരും അല്ലെങ്കിൽ എല്ലാവരും വലിയ നല്ല തടിയും നല്ല കാര്യമൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഒരു പെൻസിൽ പോലെ ഇരിക്കുക. അപ്പൊ എല്ലാ ടീച്ചേഴ്സിനും എന്നെ വലിയ കാര്യമായിരുന്നു. എന്ന് വെച്ചാല് ഓരോ രീതിയിൽ ഓരോരുത്തർ പോകുമ്പോഴും ഞാൻ ക്ലാസ്സിൽ പോകും, ഹോസ്റ്റലിൽ പോകും. ആദ്യം ആരോടും വലിയ കൂട്ടൊന്നുമില്ല. അങ്ങനെ വളരെ നന്നായിട്ട് തന്നെ ക്ലാസ്സിലൊക്കെ പോവുകയൊക്കെ ചെയ്തു. ചുരുക്കം പറഞ്ഞാല് ആ ടീച്ചർ അങ്ങനെ ഞാനും ആ ടീച്ചറുമായിട്ട് ഒത്തിരി മാനസികമായ ഒരു അകൽച്ചയുണ്ടായി. ടീച്ചർ എന്നെ സാറാമ്മ അന്ന് ഏകദേശം ഒരു 4-ാം വർഷം നാലാമത്തെ വർഷം തീരാകുന്നതിന് മുമ്പ് എന്റെ പേര് സാറാമ്മ ജോസഫ് എന്ന് പിള്ളേരെല്ലാം അറിഞ്ഞു. അപ്പോ സാറാമ്മോ എന്തോ ഉണ്ടെന്നൊക്കെ എന്നെ ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്തപ്പോ എനിക്ക് ഭയങ്കര വേദനയായി. എനിക്ക് ആ പേര് അപ്പൊ എനിക്ക് ഒത്തിരി മുറിവുകളാണ്, അസ്വസ്ഥതകളാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ വളർച്ചയിൽ എനിക്ക് ഒറ്റപ്പെടലുകളും നിന്ദകളും പരിഹാസങ്ങളും കഷ്ടതകളും പ്രതികൂലങ്ങളും. അപ്പോൾ തന്നെ എലന്തൂര് ചെല്ലുമ്പോ അമ്മയെ സംബന്ധിച്ച് അമ്മ 26-ാമത്തെ വയസ്സിൽ അമ്മയുടെ കല്യാണം നടക്കുന്നത്. ആ 26 വയസ്സ് വരെ രാജകീയമായിട്ട് അമ്മ വളർന്നത്. അമ്മയുടെ കുടുംബമൊക്കെ നല്ലതായിട്ട് അമ്മ ഒന്നും ഒരു കഷ്ടത അമ്മ അറിഞ്ഞിട്ടേ ഇല്ല. പക്ഷെ അപ്പയുടെ കൂടെ വന്നപ്പോൾ ഒരുപാട് പ്രതികൂലങ്ങൾ. അമ്മയുടെ ഒരു തുച്ഛം. അപ്പൊ ഒരു ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് എത്ര സാലറി ഉണ്ട് അന്ന്? 750-800 കുഞ്ഞിലെ ഉള്ള 30 വർഷത്തിന് മുമ്പുള്ള അല്ലെ 1000 രൂപ മാക്സിമം സാലറി ഉള്ളൂ. പക്ഷെ അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയുടെ വീട്ടിലൊരു 10-40 പോത്ത് എരുമേ ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര കണ്ടവും ഭയങ്കര കാര്യങ്ങളെല്ലാം ഉള്ള വേലക്കാരും എല്ലാം ഉള്ള വീട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ടതുകൊണ്ട് അവിടെ എല്ലാവർക്കും ദാനധർമ്മം ചെയ്യുകയും കൊടുക്കുകയും ചെയ്ത ആ ഒരു കൊടുപ്പിന് അമ്മയ്ക്കൊരു മുടക്കം വന്നില്ല. അമ്മ എന്തോ ആരെ കണ്ടാലും എന്തും അങ്ങ് ചെയ്യും. അവിടെ ആ റോഡ് ഇങ്ങനെ ടാറിണ്ടാകുമ്പോൾ 1 കിലോമീറ്റർ ദൂരെ വരെ അവിടുത്തെ ടാറ് ഇടുന്നവർക്കെല്ലാം കാപ്പിയും കൊണ്ട് കൊടുക്കുക. അമ്മയുടെ തുച്ഛമായ വരുമാനം നിങ്ങൾ ഓർക്കണം. ആ സമയത്തും അമ്മയ്ക്ക് കൊടുക്കാനുള്ള ഒരു നല്ല മനസ്സ്. അത് ഞങ്ങൾ 4 മക്കൾക്കും ഉണ്ട്. അത് ആർക്കും എന്തും കൊടുക്കാനുള്ള ഒരു മനസ്സ്. ഞാൻ പറഞ്ഞത് അമ്മ ആ കഷ്ടതയ്ക്കകത്തും അമ്മയുടെ പ്രതികൂലത്തിനകത്തും അമ്മ വളർന്ന ആ ഇതിൽ നിന്ന് അമ്മയ്ക്ക് ഒട്ടും പുറമോട്ട് ആന മെലിഞ്ഞ തൊഴുത്തി കെട്ടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് പോലെ അമ്മ ആ ഒരു സിറ്റുവേഷന് വന്നതുകൊണ്ട് അമ്മയ്ക്ക് ഒട്ടും ഒതുങ്ങാൻ പറ്റത്തില്ല. ആ സമയത്ത് അപ്പയ്ക്ക് അത് ദേഷ്യവുമാണ്. അപ്പ പറയും ഉള്ള സിറ്റുവേഷനിൽ വളരണം. അപ്പ പറയുന്നത് നല്ല പോളിസിയാ. അപ്പയുടെ നല്ല കാര്യങ്ങൾ അപ്പയുടെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ. ചുരുക്കം പറഞ്ഞാൽ അമ്മ അങ്ങനെ വളർത്തിയപ്പോ അത് ഞങ്ങൾക്കൊരു അസറ്റായി കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ശുശ്രൂഷകൻ അവിടെ അമ്മയുടെ അമ്മ അങ്ങനെ അത് ഞാൻ പറയാൻ വരട്ടെ. അമ്മ വളരെ ദാനതരം. അപ്പോൾ തന്നെ അന്ന് ആരോടെങ്കിലും ഒക്കെ അമ്മയുടെ കൈ പൈസയിൽ അമ്മ ഏറ്റവും സ്നേഹിക്കുന്നവരോടൊക്കെ ചിലപ്പോൾ അമ്മ കടം വാങ്ങിക്കും. ആ കടം വാങ്ങിച്ചതിന്റെ അനന്തര മുറിവുകൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കാര്യം ഈ കടം വാങ്ങിക്കുന്ന ആ വ്യക്തികൾ പറയാൻ നമ്മളെക്കാളിലും വളരെ കഷ്ടത്തിവിടാം. പക്ഷെ അവര് സൂക്ഷിച്ച് പൈസയൊക്കെ പറക്കി സൂക്ഷിച്ച് അവരിങ്ങനെ വലിയ സെറ്റപ്പായി ജീവിക്കുമ്പോൾ നമ്മള് ഭയങ്കര ദൂർപ്പല്ല, ഭയങ്കര ലാവിഷായിട്ട് അമ്മ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ലെവൽ വന്നുകൊണ്ട് ഞാനും ഒന്നും അറിഞ്ഞില്ല, കഷ്ടത അറിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സമയത്ത് പറഞ്ഞു നിന്റെ അമ്മ അപ്പം നമ്മളെ കൊണ്ട് ഒരുപാട് കഴിഞ്ഞവരുണ്ട്, അതൊക്കെ അണ്ടർസ്റ്റുഡാ, അതൊക്കെ പോകട്ടെ. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറഞ്ഞ അവരൊന്നും ഇല്ലാത്തവർ. ആ ഒരു ഇത് കേൾക്കുമ്പോൾ ഞാൻ ഇന്ന് എനിക്കത് ചിന്തയില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഈ കർത്താവിനെ കണ്ടപ്പോൾ ആ മുറിവ് എന്നെ നല്ലതായിട്ട് ബാധിച്ചു. അതുകൊണ്ട് ശുശ്രൂഷയിലായിരുന്നപ്പം കർത്താവ് ജോലി കളയാൻ പറഞ്ഞു. അതൊക്കെ ഞാൻ പറഞ്ഞു വരികയാണ്. ചുരുക്കം പറഞ്ഞാൽ പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോൾ കർത്താവിന്റെ ദാസൻ അല്ലെ ദാസി എന്ന നിലയ്ക്ക് ആരെങ്കിലും പൈസ തരുമ്പോഴോ അല്ലെങ്കിൽ ദൈവത്തിനായി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും വാങ്ങിക്കാൻ ഒരു കോംപ്ലക്സ് ഉണ്ടായി. അതെന്റെ ചെറുപ്പത്തിലുള്ള മുറിവാണ്. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ അപ്പയും അമ്മയും നല്ലതായിട്ട് യോജിച്ച് ജീവിച്ചായിരുന്നെങ്കിൽ നല്ലൊരു ഫാമിലി ആയിരുന്നു. നല്ല ഒരു അപ്പായും അന്നത്തെ കാലത്ത് 10th ഒക്കെ നല്ല മാർക്കോട് പാസ്സായി നല്ല അറിവുള്ള മനുഷ്യൻ, അമ്മയും നല്ലൊരു വിദ്യാഭ്യാസം നല്ലൊരു അറിവുള്ള മനുഷ്യൻ. പക്ഷെ അവരുടെ ജീവിതത്തിലെ പശ്ചാത്തലം അവരെ വല്ലാതെ അപ്പയെ ഒറ്റപ്പെടലിൽ കൂടി വളർന്നു. ഒരു മാവിയുടെ വീട്ടിൽ വളർന്നാലുള്ള സിറ്റുവേഷൻ അറിയാമല്ലോ. അങ്ങനെ കഷ്ടതയിലും പ്രതികൂലത്തിൽ കൂടെ വളർന്നപ്പോൾ അവർക്കെല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ല. ഇതെല്ലാം കാരണം കർത്താവിനെ കാണാത്തത് കൊണ്ടാണെന്ന് ചുരുക്കം പറയാം. അപ്പോ സ്തോത്രം. ഞാനൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ബാല്യത്തിൽ അങ്ങനെയൊക്കെ കഴിഞ്ഞു. പിന്നെ യൗവനത്തിൽ കോളേജ് പഠനം കഴിഞ്ഞു. ചുരുക്കം പറഞ്ഞ കോളേജ് പഠനവും കഴിഞ്ഞിട്ട് എൻ്റെ വിവാഹവും കഴിഞ്ഞ് വിവാഹം നടക്കുമ്പോഴും ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഫാമിലിയാണ്. അവിടുന്നാണ് കല്യാണം കഴിക്കുവാനിടയായത്. ഞാൻ ചേട്ടൻ എന്നാണ് എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുന്നത്. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ പാസ്റ്റർ ആണെങ്കിലും ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ അവർ 9 മക്കളുണ്ട്. 8ാമത്തെ മോനാണ് അദ്ദേഹം. അപ്പോൾ തന്നെ
ഞങ്ങൾ അപ്പോ ഈ കർത്താവിനോട് അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, കോളേജിൽ ഞാൻ വരുമ്പോ തന്നെ എന്റെ മൂത്ത അച്ചാച്ചൻ, ഇപ്പൊ ബോംബെയിലായിരിക്കുന്ന അച്ചാച്ചൻ, ഏകദേശം 35 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു 38 വർഷത്തിന് മുമ്പ്, അല്ല എനിക്ക് തോന്നുന്ന ഒരു ഏകദേശം ഒരു 10-40 വർഷമായി വാര്യാപുരം യോനാച്ചൻ എന്ന് പറയുന്ന അപ്പച്ചൻ ഞങ്ങളുടെ വീട്ടിൽ വരുവാനും അപ്പച്ചൻ പറഞ്ഞു, ഇതൊരു ലേവി കുടുംബമാണ്, ഈ 4 മക്കളും കർത്താവിനുള്ളവരാണ്, ഈ കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടവരാ, ഇതൊരു ലേവി കുടുംബമാണ്, ഇതൊരു പ്രസ്ഥാനമായി മാറുമെന്ന് പറയുമ്പോഴും ഈ 3 മക്കളും കർത്താവിനെ കണ്ടപ്പോഴും ഹല്ലേലൂയ, എനിക്ക് ഈ അപ്പച്ചൻ വരുന്നതോ അല്ലെങ്കിൽ അവിടെ പാസ്റ്റർമാർ വരുന്നതോ അല്ലെങ്കിൽ ശുശ്രൂഷകർ വരുന്നതോ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ഹല്ലേലൂയ ക്രിസ്ത്യാനികളോട് വെറുപ്പുണ്ടെങ്കിലും യേശുക്രിസ്തുവിനോട് ഒരു ആകർഷണം ഉണ്ടായിരുന്നു. യേശുവിന്റെ സ്നേഹവും യേശുവിന്റെ വിനയവും താഴ്മയും യേശുവിന്റെ കാൽവറിയിലെ യാഗവും യേശുവിന്റെ ഓരോ കാര്യങ്ങൾ ചിത്രമായിട്ട് എന്റെ ഹൃദയത്തിനകത്ത് പതിക്കുകയും എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഒരു ആകർഷണം കർത്താവുമായിട്ട്. പക്ഷെ എനിക്ക് ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ല. ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ലെന്ന് പറയാൻ കാരണം അന്നത്തെ കാലത്ത് യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുകയും യേശുക്രിസ്തുവിനെ ഹല്ലേലൂയ ദൈവം എന്ന് പറഞ്ഞ് വിശുദ്ധിയോട് വേർപാടോട് നിൽക്കുന്നെന്ന് പറയുകയും ഹല്ലേലൂയ ജഡത്തിന്റെ പ്രവൃത്തികളെല്ലാം ഉണ്ട്, യാതൊരു മാറ്റവുമില്ല. ആദിമ നൂറ്റാണ്ടിൽ ഹല്ലേലൂയ സ്നേഹവും സമാധാനവും സന്തോഷവും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവ് ആ ലെവലിൽ ഞാൻ നിൽക്കുക. അതുകൊണ്ടാണ് ഈ പെന്തക്കോസുകാരെ ഞാൻ ഈക്വൽ ചെയ്യുന്നത്. ആദിമ നൂറ്റാണ്ടിലുള്ള ഈക്വലും ഈക്വൽ ഇവരെ ചെയ്താൽ ഇവർ 7 അയലത്ത് വരുന്നുണ്ടോ? ഇല്ല. അപ്പോ എനിക്ക് അവരോട് അടുക്കാൻ കഴിയും. ഈ പെന്തക്കോസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല, എനിക്ക് പെന്തക്കോസി വേണ്ട. പക്ഷെ പെന്തക്കോസ്ത് അനുഭവമാണ് നമുക്ക് വരേണ്ടത്, പെന്തക്കോസ്ത് മതത്തിലല്ല വരേണ്ടതെന്ന് പിന്നാണ് മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. വാര്യവരെ യോനാച്ചൻ അപ്പച്ചൻ അങ്ങനെ വരികയും അവിടെ വന്ന് കർത്താവിന്റെ അതായത് അപ്പച്ചന്റെ ചേട്ടനാണ് മൂത്ത അച്ചാച്ചനെ സ്നാനപ്പെടുത്തിയത്. വാര്യാപുരം ചർച്ച് ഓഫ് ഗോഡിലാണ് മൂത്ത അച്ചാച്ചൻ ആദ്യം പോകാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. അവിടെ അങ്ങനെ അച്ചാച്ചൻ അവിടെ മെമ്പർഷിപ്പ് ആയി. അങ്ങനെ അച്ചാച്ചൻ ഒരു ബൈബിൾ കോളേജിലൊക്കെ പഠിച്ച് ഒരു പാസ്റ്ററായി. അപ്പോൾ തന്നെ സഹോദരങ്ങളെല്ലാം കർത്താവിനെ കണ്ടു. ആ സമയത്ത് പരിയാരം പ്രദേശം എന്ന് പറയുന്നത് ഹല്ലേലൂയ ഒരു വല്ലാത്ത, അതായത് SNDP-കാരും NSS-കാരുടെയും ഒരു ഏറിയ അത് ശരിക്കും ഒരു കൊരിന്ത് പട്ടണമാണ് ആ ദേശം. ആ ദേശത്ത് ഇവര് കർത്താവിനെ കണ്ടപ്പോൾ ഞങ്ങൾ കർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അന്നേരം ഞങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ പാടാനും ഒക്കെ പോകും. ഞങ്ങൾക്ക് പ്രോഗ്രാമിനൊക്കെ ഞങ്ങൾക്ക് സ്കൂളിൽ നടത്തുന്നെങ്കിൽ ഹിന്ദു ദൈവങ്ങളെ പറ്റി പഠിപ്പിക്കുന്ന ആ സ്കൂളാണ് ഞങ്ങൾക്കുള്ള 500 പിള്ളേരുള്ള ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ എല്ലാം ഹിന്ദു കൾച്ചറുള്ള പാട്ടുകളായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ പെട്ടെന്ന് ഞാൻ പറയട്ടെ, ഇവര് ഇങ്ങനെ കർത്താവിനെ എന്റെ സഹോദരങ്ങൾ കാണുകയും എന്റെ അമ്മയും കണ്ടു. എല്ലാവരും പെതുക്കെ ഒരു 38-40 വർഷത്തിന് മുമ്പ് ഇവരെല്ലാം കണ്ടു കഴിയുമ്പോൾ അല്ലയോ ഞാനും അകാല പ്രജ പോലെ ഞാൻ ലാസ്റ്റ് ആണ് വരുന്നത്. ഇവരെല്ലാവരും കർത്താവിനെ കണ്ടിട്ടും എനിക്ക് കർത്താവിനെ കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കർത്താവിനോടൊരു നല്ല ഒരു ആകർഷണമുണ്ട്. അപ്പോൾ തന്നെ എന്റെ കൂട്ടുദാസനും ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് ഞാനിപ്പോ ഒരു ബൈബിള് ഒന്ന് വായിച്ചാലോ, ഞാൻ എപ്പോഴും എന്റെ കയ്യിൽ ഒരു ബൈബിള് കാണും. ഞാൻ രഹസ്യമായിട്ട് ആരും കാണാതെ ബൈബിള് വായിക്കും. ബൈബിള് വായിക്കുന്ന ഏതാ? 91-ാം സങ്കീർത്തനവും 1-ാം സങ്കീർത്തനവും 23-ാം സങ്കീർത്തനവും ഒക്കെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് വായിക്കുന്നതാ. അതിനകത്ത് വായിക്കുമ്പോൾ ഒന്ന് ധൈര്യപ്പെടും. ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഇപ്പം ഞാനും അദ്ദേഹവുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, മല പോലെ വരുന്ന മഞ്ഞ് പോലെ ഉരുകിപ്പോകും, ബൈബിളിലുണ്ട്, വിഷമിക്കണ്ട, എന്നാ നീ ബൈബിൾ ഒന്ന് എടുത്ത് നോക്കിക്കേ, അതിനകത്ത് വല്ലതും ഉണ്ടോ, ഇന്ന് നമുക്ക് എന്താണുള്ളത് എന്ന് വെച്ചാൽ ഈ മഹാഭാരതവും രാമായണം ഒക്കെ നോക്കുമ്പോൾ 7 തള്ളി 7 അക്ഷരം വിട്ട് 7 ഇങ്ങനെ വരി തള്ളി ഇങ്ങനെയൊക്കെ നോക്കുന്നത് പോലെ നമ്മൾ ഇങ്ങനെ തത്തമ്മയെ കൊണ്ട് എടുപ്പിക്കുന്നത് പോലെ ഹല്ലേലൂയ ഓരോന്ന് എടുപ്പിച്ചുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ എങ്കിലും ഇവര് കണ്ട യേശുവിനെ എനിക്ക് കാണണമെന്ന് അകത്തോട്ടൊരു ആഗ്രഹം വന്നു. അപ്പോൾ തന്നെ ഇവരും എനിക്ക് വേണ്ടി കരയുന്നുണ്ട്. എന്റെ അച്ചാച്ചമാരും എന്റെ അനിയത്തിയും എല്ലാവരും കരയുന്നുണ്ട്. അപ്പോൾ തന്നെ ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിക്കാൻ പെതുക്കെ തുടങ്ങി. കർത്താവേ, ഇത് സത്യമാണെങ്കിൽ എനിക്ക് ഒന്ന് പുറത്തു വരണം. ഒരു ഹന്നയെ പോലെ പെതുക്കെ കരയാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും ഭയങ്കരമായ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒന്നൊന്നായിട്ട് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും വളരെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും ഹല്ലേലൂയ വളരെ പാളിച്ചകൾ വരാൻ തുടങ്ങി. ഞങ്ങൾക്ക് സ്കൂളുകള് അതേ സ്തോത്രം, ഒരു സ്കൂള് 2 സ്കൂള് ഇങ്ങനെ സ്കൂളുകളൊക്കെ മാറുകയും അവിടെ ഇവിടെ പഠിപ്പിക്കാൻ പോകുമ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ആ സ്നേഹബന്ധത്തിനൊക്കെ ഒരു ഉലച്ചിൽ തട്ടാൻ തുടങ്ങി. ഞങ്ങൾ തമ്മിൽ ഒന്ന് സംസാരിക്കാനോ അങ്ങനെയൊക്കെയുള്ള പല മേഖലകളിലും ഞങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കാമോ. ഞങ്ങൾ വളരെ സ്നേഹമായിരുന്നു. ഞങ്ങളവിടെ താമസിക്കുമ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എങ്ങോട്ട് പോയാലും ഇപ്പോഴും അത് തന്നെ, എങ്കിലും ഒരു സമയത്ത് ഒരു വികൽച്ച ഉണ്ടാകാൻ ഒരു കാരണമുണ്ടായി. ഞങ്ങൾ തമ്മിൽ എപ്പോഴും സ്നേഹത്തോടെ പോകുമ്പം ആ നാട്ടുകാർ തന്നെ പറയും,
എന്തോ സ്നേഹമുള്ള കുടുംബമായത് എന്ന് പറഞ്ഞ ഒരു സമയമുണ്ട്. എന്നാൽ ആ സമയത്ത് തന്നെ കർത്താവിന് ഞങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി ആ പല കാര്യങ്ങൾക്കകത്ത്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ പോലും മാനസികമായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടായി. ഹല്ലേലൂയ. ഞങ്ങൾ ഡിവോഴ്സിന്റെ വക്കത്ത് ചുരുക്കം പറഞ്ഞാൽ എത്തി തുടങ്ങി. ഹല്ലേലൂയ. അതിനു മുമ്പ് തന്നെ ഹല്ലേലൂയ എനിക്ക് 2 മക്കളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവര് ജനിക്കുന്ന മൂത്ത മോൻ ജനിച്ചു കഴിഞ്ഞു. ഇപ്പൊ അവന് 24 വയസ്സ് കഴിഞ്ഞു. ഈ ഒരു 20 വർഷത്തിന് മുമ്പ് ഹല്ലേലൂയ യേശുക്രിസ്തു എന്ന് പറയുന്നത് സത്യ ദൈവമാണെന്ന് തിരിച്ചറിയുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ ദൈവത്തോട് കരയാനും പ്രാർത്ഥിക്കാനും തുടങ്ങുമ്പോഴും എൻ്റെ വീട്ടിൽ വളരെയധികം പ്രാർത്ഥനയൊക്കെ നടക്കുക. ഞാൻ പറഞ്ഞല്ലോ, പരിയാരത്തൊരു ഹിന്ദു പ്രദേശമാണെങ്കിൽ പോലും അത് പൊരുന്തുപട്ടണം ഇവർ ശക്തമായി അതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ഫേമസ് കുടുംബം, ഒരു ഹിന്ദു കുടുംബം പുറത്തു വരാൻ ഇടയായി. അവരെ പുറത്തു കൊണ്ടുവന്നത് കാരണം വീട്ടിൽ അമ്മ പോസ്റ്റ് മാസ്റ്റർ ആയിരിക്കുമ്പോൾ അവിടെ ഒരു ധർണയൊക്കെ നടത്തി. RSSകാരെല്ലാം കൂടെ ഇളകി ഭയങ്കര പ്രശ്നം ഉണ്ടായി. ആ ദേശത്ത് അമ്മ ഇല്ലന്റും സ്റ്റാമ്പും കൊടുക്കുന്നതിന് വരെ ട്രാക്ട് കൊടുക്കുക എന്ന് പറഞ്ഞ് അവിടെ ഭയങ്കര ധർണയും നടത്തി. ഭയങ്കര പ്രതികൂല സന്ധികൾ കൂടെ പോകുമ്പോൾ ഞങ്ങൾ ഏകദേശം ഒക്കെ അടുത്തടുത്ത് വരിക കർത്താവിനെ കണ്ടുപിടിക്കുക. അപ്പോൾ തന്നെ അവിടെ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ഒക്കെ വെക്കുമ്പോൾ ഇദ്ദേഹത്തിന് 3 കുറി ഇടുമായിരുന്നു. ഒരു മഞ്ഞയും ഒരു റെഡും ഒരു ബ്ലാക്കും. ഈ കുറി ഇട്ടോണ്ട് ഇദ്ദേഹം ഇടും. കാര്യം പുള്ളി ക്ലീൻ ഷേവ് ആയിട്ട് പാസ്റ്റർ ആണെന്ന് പറയും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പെന്തക്കോസ് കുടുംബവും കൂടെ ആയപ്പോഴത്തേക്ക് ഇനി പുള്ളിക്ക് ഒത്തിരിയും കൂടെ ബുദ്ധിമുട്ടാണ്. ഉള്ളിലുണ്ട്, പുറമെ ചിരിച്ചൊക്കെ കാണിക്കും, നല്ല മാന്യനായിട്ട് ചിരിച്ചൊക്കെ കാണിക്കും, ആരോടും ഒരു വഴക്കുണ്ടാക്കുന്ന ആളല്ല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ഈ കുറി അങ്ങനെ ഇട്ടേക്കുമല്ലേ. അപ്പം 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞിട്ട് 21ാമത്തെ ദിവസം കഞ്ഞി പയർ കൊടുക്കും. ഞങ്ങൾ അവിടെ ഭയങ്കര നല്ല ആക്റ്റീവായിട്ട് ഞങ്ങളാണ് അവിടെ കഞ്ഞി പയർ. പക്ഷേ ഇവരുമായിട്ടൊരു ഇത് ഉണ്ടെങ്കിലും ഇവര് ഈ യേശുവിനെ വേണ്ട, അങ്ങനെയുള്ള ഒരു സംഭവമായിരുന്നു ചുരുക്കം പറഞ്ഞാൽ. ഹല്ലേലൂയ. ഇവിടെ ഇദ്ദേഹത്തോട് 21ാമത്തെ ദിവസമൊക്കെ വരുന്ന ഗസ്റ്റ് പാസ്റ്റർമാർ ചോദിക്കുമായിരുന്നു, ഫാസ്റ്റ് ഇപ്പൊ എത്ര ദിവസമായിട്ട് ഫാസ്റ്റിംഗിലാന്ന്. അന്നേരം പുള്ളി ഒന്നും മിണ്ടത്തില്ല. കാരണം പുള്ളി യേശു എന്ന് പറയുന്ന കർത്താവാന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഇവർക്ക് കഞ്ഞിയും പയറും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. ചുരുക്കം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ആ പരിയാരം ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു കുടുംബമായിരുന്നു. മീൻസ് ശരിക്കും മതപരിവർത്തനം നടത്തി സ്റ്റാമ്പും ഇല്ലന്റും ഒക്കെ കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ കൊടുക്കുവാണെന്നൊക്കെ പറഞ്ഞ അമ്മയെ ഒരുപാട് ബാധിച്ചു. അവരെ ശരിക്കും ബാധിച്ചു. ഇപ്പോഴാ ഞങ്ങള് കർത്താവിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വേദന. ഞങ്ങളോട് അവരോട് ചേർന്ന് നിൽക്കാൻ പറ്റിയില്ല. ചേർന്ന് നിന്ന് പറഞ്ഞാലും ആത്മീയമായിട്ട് അവരോട് ചേർന്ന് നിൽക്കാൻ പറ്റില്ല. എന്നാൽ ഒരു കുടുംബത്തെ വിടുവാൻ ഇടയായി, ഒരു ഹിന്ദു കുടുംബത്തെ. ഇന്ന് അവര് കർത്താവിന്റെ ദാസന്മാരായി അല്ലെ ദാസിമാർ ആ കുടുംബം വിളിച്ച് വേർതിരിച്ച് അവരെ ഇന്ന് ദൈവം ശക്തമായി ഉപയോഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ആ ദേശത്തൊക്കെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തുടങ്ങി. ഞങ്ങളും പെതുക്കെ ഹല്ലേലൂയ. ഞങ്ങൾക്ക് പല പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വന്നു. ഞങ്ങൾക്ക് 2ാമതുണ്ടായ ഒരു കുഞ്ഞ്, അതെ ഹല്ലേലൂയ, അപ്പം ആ 24 വയസ്സുള്ള കുഞ്ഞിനൊരു 2, 2.5, 3 വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ പറയും, നമുക്ക് എവിടെങ്കിലുമൊക്കെ ഈ ചർച്ചിലൊക്കെ പോയി ചുമ്മാതിരിക്കാം, പ്രാർത്ഥിക്കാൻ, അവരുടെ കൂടെ പോയിരിക്കാം. നമുക്ക് പെന്തക്കോസ്റ്റിലൊന്നും ചേരണ്ടെന്ന് പറയുമ്പോൾ കർത്താവിന്റെ ദാസൻ പറയും, എന്നാ നമുക്ക് പോകാം, നമുക്ക് അവിടെ പോയി ഇരിക്കാം. എന്നോടൊരു വിയോജിപ്പൊന്നും പറയത്തില്ല. അങ്ങനെ അവിടെ പോയിരുന്നപ്പം ഒരിക്കല് ഞങ്ങൾ പോയിരുന്നപ്പോൾ അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ ദൈവം സത്യമാണെങ്കിൽ ഞങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ, യേശുവുമായിട്ട് ചേരുവാൻ, സ്നാനമേൽക്കാൻ ദൈവം സഹായിക്കണം, എന്നുള്ള വാതിലും വഴിയും തുറക്കണമെന്ന് കർത്താവിനോട് ഞാൻ ഉള്ളുകൊണ്ട് കരയുമായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തോട് ഞാൻ ഒരു പരിധിക്കപ്പുറം ഇദ്ദേഹത്തെ വിഷമിപ്പിക്കണ്ട എന്ന് ഓർത്ത് പറയത്തില്ല. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഹല്ലേലൂയ, ഞങ്ങളൊരു ചർച്ചിനകത്ത് പോയിരുന്ന ഹല്ലേലൂയ, ഇവിടെ ഇദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഈ രാഷ്ട്രീയക്കാരെ വന്ന് സ്റ്റേജിൽ രാഷ്ട്രീയ പ്രസംഗമൊക്കെ നടത്തുമ്പോൾ ലോറിക്കിറക്കി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ഇവിടെ ഈ സ്റ്റേജിൽ ഇങ്ങനെ കർത്താവിന്റെ ദാസന്മാരൊക്കെ വന്ന് നിന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുക, ഇതൊന്നും സത്യമല്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, അവിടെ നിന്ന് ഒരു കർത്താവിന്റെ ദാസൻ ഇദ്ദേഹത്തിന്റെ നേർക്ക് ചൂണ്ടിട്ട് പറഞ്ഞു, മോനെ, നീ ഇങ്ങനല്ലേ വിശ്വസിക്കുന്നേ, രാഷ്ട്രീയക്കാരെ നിർത്തിയേക്കുന്നത് പോലെ അതുപോലെ തന്നെ സംസാരിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്തൊരു പരിവർത്തനം സംഭവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്, കർത്താവേ, യേശു കർത്താവ് ദൈവമാണ്, യേശു സത്യമാണെങ്കിൽ ഈ സത്യത്തെ തിരിച്ചറിയണം. ഹല്ലേലൂയ, സ്തോത്രം. പെന്തക്കോസ്തുകാരോടൊരു ബുദ്ധിമുട്ട്, അല്ലെ ക്രിസ്ത്യാനികളോടൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും യേശു എന്നെ ആകർഷിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ദൈവത്തോട് കരയാനും പ്രാർത്ഥിച്ച സത്യം ഇതാണെങ്കിൽ ഞങ്ങളും പുറത്തു വരണം. അപ്പോൾ തന്നെ എന്റെ സഹോദരങ്ങൾ എനിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോഴും ഞങ്ങൾ ഈ സ്കൂൾ നിർത്തിയിട്ടില്ല, ഈ ദൈവങ്ങളെ പഠിപ്പിക്കുന്നത് നിർത്തിയിട്ടില്ല. ഈ പള്ളിയിൽ, ഈ ആലയത്തിലൊക്കെ ഞങ്ങൾ
പോകുന്നുണ്ട്. വല്ലപ്പോഴും ഒരു ആലയത്തിൽ പോകുമ്പോഴൊക്കെ അവിടുന്നൊക്കെ ഞങ്ങളോട് ശക്തമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പിറ്റേ ദിവസം ഞങ്ങൾ പോയതിന്റെ പിറ്റേ ദിവസം ഒരു സ്നാനത്തെ കുറിച്ച് അവിടെ ആ ചർച്ചിനകത്ത് ഇങ്ങനെ സംസാരിക്കാനിടയായപ്പോൾ ഈ രക്ഷയും സ്നാനവും സത്യമാണെങ്കിൽ അത് സത്യമായിട്ടും എന്റെ ജീവിതത്തിലും സംഭവിക്കണമെന്ന് ഞാൻ ദൈവത്തോട് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ ആ സ്നാനത്തിന്റെ ക്ലാസ് കേൾക്കാൻ പോകുന്ന ദിവസം ഞാൻ പെട്ടെന്ന് പറയട്ടെ, ആ ക്ലാസ് കേൾക്കാൻ ആ സിറ്റ് ഔട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവിദാസനോട് പറഞ്ഞു, നമുക്ക് പോകാം, നമുക്ക് ആ സ്നാന ക്ലാസ് ഒന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഹൃദയത്തിനകത്ത് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, സ്നാനം സത്യമാണെങ്കിൽ, നീ സത്യമാണെങ്കിൽ നിനക്ക് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം നീ എന്നെ സഹായിക്കണേ ദൈവത്തോട് കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞങ്ങള് ഒരുമിച്ച് ഞങ്ങൾ ആ ക്ലാസ്സിന് പോയപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒത്തിരിയും സന്തോഷം തോന്നി. അപ്പോൾ തന്നെ കുറെ പേരെ ഇങ്ങനെ സ്നാനപ്പെടുത്താൻ കോഴഞ്ചേരി 6 തീരത്തോട്ട് അവർ പോവുകയാണ്. ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് ചുമ്മാതെ പോകാം, അവരുടെ കൂടെ ഒന്ന് പോയാലോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അതിനെന്താ, പോകാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പോകാമെന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളും പിന്നെ സ്നാന ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ ഇനിയും ആരെങ്കിലും സ്നാനപ്പെടുവാൻ ഈ കൂട്ടത്തിൽ വന്നു നിൽക്കുന്ന ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാം, ഇനിയും ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എന്റെ ഹൃദയത്തിനകത്ത് അന്ന് സ്നാനം സത്യമാണ്, യേശുവിനോട് ചേരുവാനാണ് സ്നാനപ്പെടുന്നത്, ഇന്ന് സ്നാനപ്പെടാം എന്ന് പറഞ്ഞപ്പോ ഞാനും ഇദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കും ഇന്നങ്ങ് സ്നാനപ്പെടാം. എന്തോ മണ്ടത്തര വസിജി നീ പറയുന്നത്, നമ്മൾ ഇന്ന് രക്ഷിക്കപ്പെടുവോ സ്നാനപ്പെടുവോ, അല്ലെ നമ്മൾ സ്നാനപ്പെടുവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഒരു വല്ലാത്ത പ്രശ്നമായി തീരും, നമ്മുടെ സ്കൂളിനെ ബാധിക്കും, നമുക്ക് ഒരു അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല, നമ്മുടെ സ്കൂളിനെ ശരിക്കും ബാധിക്കും, നമ്മുടെ നിലനിൽപ്പില്ലാതാകും. അത് തന്നെയുമല്ല, അങ്ങനെ വല്ലോ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മൂത്ത ബ്രദറൊക്കെ വരട്ടെ, എല്ലാവരുമായിട്ട് ആലോചിച്ച് എല്ലാവരുടെയും മധ്യത്തിൽ നമുക്ക് സ്നാനപ്പെട്ടാൽ മതി, ഇപ്പൊ നമുക്ക് സ്നാനപ്പെടണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരം ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് അങ്ങ് നിലവിളിച്ചുകൊണ്ടിരുന്നു. കണ്ണീര് വീണില് ഹൃദയം കൊണ്ട് അങ്ങ് തകർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹത്തോട് ദൈവം ഇടപെട്ടു, മോനെ, നിന്റെ സമയം ഇപ്പോഴാ, നീ ഇനിയും വലിയ പണ്ടത്തെ പോലെ നിന്റെ മുഹൂർത്തമൊക്കെ അങ്ങ് മാറ്റ, നിന്റെ സമയം ഇപ്പോഴാ, നീ സ്നാനപ്പെടാൻ. കർത്താവിന്റെ ശബ്ദം അദ്ദേഹത്തിലേക്ക് ഇങ്ങനെ ശക്തമായി അത് ചെവിക്കടിച്ചതുപോലെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറയാൻ അപ്പൊ എന്നോട് പറഞ്ഞു, സിജി വാ, നമുക്ക് സ്നാനപ്പെടാമെന്ന് പറഞ്ഞു. ആ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, കേറരുത്, ഞങ്ങൾക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ആ സമയത്ത് തന്നെ ഞങ്ങൾ സ്നാനപ്പെട്ടു. എല്ലാവരും 2 വസ്ത്രം കൊണ്ടുപോയി. ഞങ്ങൾ ബൈക്കിൽ സ്നാനം കാണാൻ പോയതാ. ഞങ്ങൾ കോഴഞ്ചേരി പാലത്തെ കൂടെ ഞങ്ങളെ സ്നാനപ്പെട്ടിട്ട് തോർത്താതെ പോലും ആ നനഞ്ഞ വഴുതി ആ ബൈക്കിൽ ഞങ്ങൾ തിരിച്ചുപോയി സ്നാനപ്പെട്ടിട്ട്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരും 2 വസ്ത്രം കൊണ്ടും എല്ലാവരും സഹോദരങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വലിയ കരുതലുള്ളപ്പോൾ ആരും ഇല്ലാത്തതുപോലെ, ആരും ഒന്നും ഇല്ലാതെ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ സ്നാനപ്പെട്ട് അങ്ങനെ പോകുക ആ ഒരു സമയമായിരുന്നു ദൈവം കണ്ടത്. എന്നാൽ വലിയ ആഘോഷത്തോടെ വലിയ രാജകീയമായിട്ട് ചെയ്യാനൊക്കെ വിചാരിച്ചതെല്ലാം പട്ടപൂജ്യമായി. ദൈവം ഒന്ന് കണ്ടത് മാത്രമേ നടക്കത്തുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ സ്നാനപ്പെട്ടു. അങ്ങനെ ഒരു 1-2 വർഷമൊക്കെ പൊത്തുവരുത്തം ഞങ്ങൾ വല്ലപ്പോഴും ചർച്ചിൽ പോകും, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെതുക്കെ ഈ ദൈവങ്ങളെ സ്തുതിക്കുന്നതൊക്കെ ആ അമ്പലത്തിൽ പോക്ക് അങ്ങ് നിർത്തി. അങ്ങനെയൊക്കെ ഇരുന്ന സമയത്താണ് ഈ മോന് ഉണ്ടാകുകയും അവന് അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന പിണ്ടാകാരം പോലെ 1 വയസ്സായപ്പോൾ ആയി. അവന് ഒരു 1.5-2 വയസ്സൊക്കെ ആയപ്പോൾ ഇവന് ജനിച്ചപ്പോൾ 3,450 ഉണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, സുന്ദരനായ ഒരു കുഞ്ഞിനെ ദൈവം തന്നത്. എന്നാൽ എന്റെ വീട്ടിലെയൊക്കെ പ്രേയറും എനിക്ക് വേണ്ടി ഒരു കൂട്ടം ജനം പ്രാർത്ഥിക്കാനിരുന്നത് കൊണ്ടും എന്റെ ദൈവം എന്നെ ഈ വിഷയത്തിനകത്തൂടെ കടത്തിവിട്ടില്ലെങ്കിൽ എന്റെ യേശുവിനെ ഞങ്ങൾ കാണുവാൻ ഇടവരത്തില്ല എന്ന് ദൈവത്തിനറിയാം. നമ്മളെ കടത്തിവിടുന്ന ഓരോ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ കടന്നു പോകുന്ന ദൈവം നമ്മൾക്ക് പരീക്ഷ തരുന്നത് ഹല്ലേലൂയ ദോഷങ്ങളായിട്ട് പരീക്ഷിക്കാനല്ല, പരീക്ഷയോടുകൂടെ പോക്ക് വഴി ദൈവം തരും. അതേ സ്തോത്രം, ഹല്ലേലൂയ. ഈ 2ാമത്തെ മോനാണ് ഇങ്ങനെ സംഭവിച്ചത്. അവനൊരു 1.5-2 വയസ്സായപ്പോൾ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന പിണ്ടാകാരം പോലെ ഇവന്റെ മുഖമായി. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ സ്നാനപ്പെട്ടിട്ട് ഞാൻ നേരത്തെ പറയുമായിരുന്നു, അപ്പൊ നമുക്ക് ഇങ്ങനെ ഇനിയും പോയാ പോരാ, നമ്മൾ ഇനിയും ചർച്ചിലൊക്കെ മുടങ്ങാതെ പോകണം, നമുക്ക് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, സിജി, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കുന്നു, ഇതിനപ്പുറം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ട് കക്ഷത്ത് ബൈബിളും പിടിച്ച് നടക്കുന്ന ഒരു പാസ്റ്ററായിട്ട് നോക്കാൻ എന്നെ നീ ചിന്തിക്കണ്ട.
നീ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ അപ്പോഴും ഞാനിരുന്ന് കരയുകയായിരുന്നു. ദൈവമേ, ദൈവം പുതിയ പുതിയ വാതിൽ തുറക്കണമേ, ആത്മീയ വർധനയുള്ള വഴികളെ തുറക്കണമേ എന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോ തന്നെ ഇദ്ദേഹം ഇങ്ങനെ ആയത്, ഈ കുഞ്ഞിങ്ങനെ ആയ അവസ്ഥയില് ഇവന്റെ മുഖം ഇങ്ങനെ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന പിണ്ടാകാരം പോലെ ആയപ്പോൾ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഗവൺമെന്റ് ആയുർവേദവും ഹോമിയോയും ഇംഗ്ലീഷ് മെഡിസിനും ഒക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല. പിന്നെയും ഇംഗ്ലീഷ് മെഡിസിൻ ചെയ്താലും അവനെ അവിടെ എങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് അല്ലെ ICUവിനകത്ത് ഇട്ടേക്കത്തേ ഉള്ളൂ. ഞങ്ങളുടെ കുഞ്ഞിനെ കാണാൻ പോലും പറ്റത്തില്ല. ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞിനെ ഇങ്ങ് തന്നേര്, ഞങ്ങൾ അങ്ങ് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നപ്പോൾ എന്റെ സിസ്റ്ററും ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കരയാനും പ്രാർത്ഥിക്കാനും ഒന്നും അറിയത്തില്ല, കരയാൻ മാത്രമേ ദൈവമേ എന്ന് പറയാനും അറിയാം, വലിയ കാര്യങ്ങളൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ സർവശക്തനായ ദൈവമാണെങ്കിൽ, നീ മാത്രമേ ദൈവമുള്ളെങ്കിൽ ഞങ്ങൾ ഇതുവരെ സേവിച്ചു കൊണ്ടിരുന്ന ആകാശമണ്ഡലത്തിലും വായുമണ്ഡലത്തിലും ഭൗമമണ്ഡലത്തിലും 33 കോടി ദൈവങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന ഞങ്ങൾ, അതായത് ഇപ്പൊ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായി 33 കോടി ദൈവങ്ങളെന്ന്. ഈ 33 കോടി ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ, യേശുക്രിസ്തു മാത്രമേ അതെ നിത്യത അവകാശമാക്കി തരുവാൻ അതെ യേശു മാത്രമേ ഉള്ളൂ, യേശു മാത്രമേ രക്ഷകനായിട്ടുള്ളൂ, യേശു മാത്രമേ കർത്തൃത്വം വഹിക്കാൻ അർഹതയുള്ളൂ, യേശു മാത്രമേ സർവശക്തനായ ദൈവമുള്ളൂ, യേശു മാത്രമേ മരിച്ചിട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്നുള്ളെന്നുള്ള ആ സത്യം നമ്മുടെ അകത്ത് മനസ്സിലായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, അതെ ദൈവത്തിന് വേണ്ടി മാത്രം പാടാം, ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കാമെന്ന് ഞങ്ങൾ അന്ന് തീരുമാനമെടുത്ത് അന്ന് സ്നാനപ്പെട്ടുവെങ്കിലും രക്ഷിക്കപ്പെട്ടുവെങ്കിലും അതേ സ്തോത്രം വലിയ വിവരമൊന്നും അറിയത്തില്ല എങ്കിലും അത്യാവശ്യം ഞങ്ങള് ദൈവമെങ്കിലും ഏതെങ്കിലും ഒരു ശേഷിപ്പായിട്ട് ഞങ്ങളെ കണ്ട് ഞങ്ങളെ എല്ലാം പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങളാണ് ദൈവം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞങ്ങളെ ദൈവം വഴി നടത്തിയത്. ഹല്ലേലൂയ, സ്നാനം ഒരിടത്ത് ഇങ്ങനെയൊക്കെ എല്ലാം ഒറ്റയ്ക്കാണ് ഞങ്ങളെ ദൈവം ചെയ്യിച്ചത്. ഇന്നും ഞങ്ങളുടെ ശുശ്രൂഷ ഒറ്റയ്ക്കാണ്. എല്ലാവരുമായിട്ടും ഒരു സ്നേഹവും സന്തോഷവും ഉണ്ടെന്ന് പറഞ്ഞാലും എങ്ങനെ എല്ലാവരുമായിട്ടൊന്നും മിങ്കിൾ ചെയ്ത് പോകാന്ന് വിചാരിച്ചാലും അവിടെ എല്ലാം ദൈവം ഞങ്ങളെ വേർതിരിച്ച് നിർത്തുന്ന ഒരു അവസ്ഥയിൽ കൂടെ ദൈവം ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥിച്ച് കുഞ്ഞിനെ വിടുവിക്കാമെങ്കിൽ, കുഞ്ഞിന്റെ ഈ അവസ്ഥയ്ക്ക് ഒരു ഭേദം വരുത്താമെങ്കിൽ ഈ ജീവനുള്ള ദൈവമായ കർത്താവിനെ മാത്രം സേവിക്കാമെന്നൊരു തീരുമാനമെടുത്തു. ആ തീരുമാനം എടുത്ത ആ സമയം 1.5 മണിക്കൂർ കഴിയുമ്പോൾ കുഞ്ഞ് പപ്പ എന്ന് വിളിക്കുമ്പോൾ അവന്റെ കണ്ണ്, അതായത് മാംസം കൊണ്ട് മൂടി മുഖം ഒരു ബോൾ പോലെ ഇരിക്കുക. കണ്ണെവിടാ, മൂക്കെവിടാ, വായെവിടാന്ന് അറിയത്തില്ല. അലർജി കൊണ്ട് വന്നതാ, വെള്ളത്തിൽ കളിച്ച് ഇങ്ങനെ കണ്ട് വന്നതാ. അതിന് ചികിത്സിച്ചിട്ടൊന്നും ഒരു ഭേദമില്ല. അപ്പം അതെങ്ങനെയാ സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ ഈ നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല, വെളിയിലെ ഫുഡുകളൊന്നും കഴിക്കത്തില്ല, വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകളാ കഴിക്കുന്നത്. ഭയങ്കര വൃത്തിയാ. അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അപ്പോ കുഞ്ഞ് പെട്ടെന്ന് ആ മാംസത്തിന്റെ ആ അവസ്ഥയൊക്കെ മാറി കണ്ണ് പെതുക്കെ തുറക്ക്, പപ്പയെന്ന് വിളിക്കാൻ. നേരത്തെ കുഞ്ഞ് അന്ധന്മാരെ പോലെ ഇരുന്ന കുഞ്ഞ് ഒരു കണ്ണ് തുറന്നു, പെതുക്കെ രണ്ടാമത്തെ കണ്ണ് തുറന്നു, പെതുക്കെ ഈ മുഖത്തൊക്കെ തടിച്ചിങ്ങനെ ബോൾ പോയിരുന്ന അവസ്ഥയൊക്കെ മാറി ഓരോ 1/2 മണിക്കൂർ കഴിയുമ്പോഴും. അതെ, കഴിഞ്ഞ അനുഭവ സാക്ഷ്യത്തിൽ ഞാൻ ആ ഫോട്ടോസ് ഇട്ട് കൊടുത്തായിരുന്നു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഇതിപ്പം ഞങ്ങളുടെ കയ്യിലുണ്ട്, വേണമെങ്കിൽ കാണിക്കാം. അപ്പോൾ തന്നെ ചുരുക്കം പറഞ്ഞാൽ ഈ കുഞ്ഞ് ഇങ്ങനെ ഒരു 3-4 സ്റ്റേജ് ആയിട്ട് ഇവന് ടോട്ടലി ഐശ്വര്യമുള്ള നല്ലൊരു യേശുപ്പച്ചന്റെ സ്വരൂപമുള്ള കുഞ്ഞായി അവനെ ദൈവം ഞങ്ങൾക്ക് തന്നു. ആ തരുന്നതിനോടിടയ്ക്ക് കർത്താവ് അന്ന് ഞങ്ങൾക്ക് ഒരു രോഗസൗഖ്യം തന്നു. ആ രോഗസൗഖ്യത്തിന്റെ വരം തന്നു. 2, അന്ന് ഇദ്ദേഹം പറഞ്ഞു, കർത്താവെ, അന്യഭാഷ എന്നുള്ളത് സത്യമാണെങ്കിൽ ഞാൻ അന്യഭാഷയിൽ പറയുവാൻ ദൈവം സഹായിക്കണമെന്ന് ഈ കുട്ടിദാസൻ പറയുകയുണ്ടായി. ഒരു സമയത്ത് എന്റെ സിസ്റ്റർ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ ഇദ്ദേഹം ഇപ്പത്തെ മുറിയിൽ ഇരുന്ന് അന്യഭാഷ എഴുതി എടുത്തിട്ട്, സുജമോളെ നീ ഇത് പറഞ്ഞത്, നീ അന്യഭാഷ പറഞ്ഞ ഇതല്ലോടി എന്ന് പറഞ്ഞ് കളിയാക്കിയ ആളാണ് ഇദ്ദേഹം. അപ്പോ തന്നെ ഇവള് വെളിപ്പാട് കാണുമ്പോൾ ഞാൻ പറയും, കയ്യും മുഖവും ഒക്കെ നോക്കി ലക്ഷണം നോക്കി പറയുന്ന ഇതൊന്നും സത്യമല്ല, ചുമ്മാ കള്ളത്തരമാ, ചുമ്മാ കളിപ്പീരും കൊണ്ട് നടക്ക എന്ന് പറഞ്ഞ ആളാ ഞാൻ. പെന്തക്കോസ്തുകാരെ ആക്ഷേപിച്ചവളാ. അപ്പോൾ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു വ്യക്തി, ഒരു പൗലോസിന്, അതേ ഹല്ലേലൂയ, ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന പൗലോസിന് ഒരു ദമസ്കോസ് കൊടുത്തതുപോലെ നമുക്കൊരു ദമസ്കോസ് വരുന്നെങ്കിൽ ഓർക്കണം, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന്. കുഞ്ഞിനെ ആ വിഷയം വന്നപ്പോഴത്തേക്ക് ഞാൻ ഇദ്ദേഹം അന്യഭാഷയിൽ ആരാധിക്കാൻ ദൈവത്തോട്, ദൈവമേ ഇത് അന്യഭാഷ എന്ന് പറയുന്നതുകൊണ്ട് എനിക്കും തരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്യഭാഷ പറയാൻ തുടങ്ങി.
അദ്ദേഹം രഹസ്യമായിട്ടാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ പരസ്യമായിട്ട് അന്യഭാഷ. ഞാൻ പറഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് അന്യഭാഷ പറയാൻ തുടങ്ങി. അന്യഭാഷ അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഞാൻ വെളിപ്പാടുകൾ കാണാൻ തുടങ്ങി. ഞാൻ ഒരിക്കലും ബൈബിള് വായിച്ചിട്ടില്ലാത്ത വചനം എന്റെ വായിൽ കൂടി വചന വെളിപ്പാടാണ് എനിക്ക് ദൈവം തന്നിട്ടുള്ളത്. വചന വെളിപ്പാട് ഞാൻ കാണാൻ തുടങ്ങി. ഒരു മണിക്കൂർ കഴിയുമ്പോൾ എന്റെ ഇവിടെ കർത്തദാസിന്റെ കുടുംബത്തിൽ ഒരു ആള് മരിച്ചത് എന്നെ വെളിപ്പാട് കാണിക്കുക. 1 മണിക്കൂർ കഴിയുമ്പോൾ ഫോൺ കോൾ വന്നു, ഇന്ന ആള് മരിച്ചു. അപ്പൊ അതൊക്കെ കാണുന്നതെല്ലാം വെളിപ്പാടുകളെല്ലാം കൃത്യമായിട്ട് നടക്കുകയും, അപ്പൊ വെളിപ്പാട് തന്നു. അന്ന് രോഗസൗഖ്യവരം തന്നു. അന്ന് അന്യഭാഷ അടയാളത്തോട് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അന്ന് വല്ലാത്ത ഒരു വലിയൊരു ഉത്സവം പോലെ ഒരു ദിവസമായിരുന്നു. എന്റെ സിസ്റ്ററും ഞാനും ഏകദേശം ഒരു 10 മണിയായപ്പോ എന്റെ കൂട്ടുദാസനും ഞങ്ങൾ ഒരുമിച്ച് 10 മണിക്ക് ഇരുന്നപ്പോൾ 4 മണിയായത് അറിഞ്ഞില്ല. അതുപോലെ സമയം പോയി. അന്യഭാഷയിൽ അടയാളത്തോടുകൂടി ആരാധിക്കാൻ തുടങ്ങി. പിന്നീട് ഞങ്ങൾക്കൊരു മാറ്റമായി. ഹല്ലേലൂയ. കർത്താവ് അത് കഴിഞ്ഞിട്ട് ഉടനെ പറഞ്ഞു, കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെയും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണം, അപ്പയോട് ചേർന്ന് നടക്കണം, ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കണമേ എന്ന് കരഞ്ഞുകൊണ്ട് നടന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ കൊണ്ട് ഞങ്ങളുടെ ദുഃഖങ്ങളോ കഷ്ടങ്ങളോ പ്രതികൂലങ്ങളോ തീരുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളോട് കർത്താവ് പറഞ്ഞു, ഈ സ്കൂള് വിട്, ഈ സ്കൂള് നിനക്ക് വേണ്ട. 500 പിള്ളേരുള്ള ഒരു സ്കൂള്, അതിന്റെ പ്രിൻസിപ്പൽ, അതിന്റെ ചെയർപേഴ്സൺ ആണ് ഞങ്ങൾ. അദ്ദേഹം പ്രിൻസിപ്പൽ, ഞാൻ ചെയർപേഴ്സൺ. അപ്പോൾ തന്നെ ഞങ്ങൾ വേറെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ജോലികളാ ഇതും കളയാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കർത്താവേ, കുഞ്ഞുങ്ങളെ LKG അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ അവർ പഠിക്കുക, നല്ലൊരു സ്കൂളിൽ കൊണ്ട് ICSE സ്കൂളിൽ വിട്ടു. ഇനിയിപ്പം അവരെ വിടണമെങ്കിൽ ഞങ്ങൾ ഈ ജോലി കളഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് അനുസരിച്ചാൽ മതി എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ശകലം ബുദ്ധിമുട്ട് ഞങ്ങൾ കാണിച്ചപ്പോൾ കർത്താവിന് ഞങ്ങളോട് പറഞ്ഞ ചീമൊട്ട നാർന്ന പോലെ നാറും. ആ സമയത്താണ് ഞങ്ങൾ ഭയങ്കര സ്നേഹമായിരുന്നെങ്കിൽ ഞങ്ങളെ ഡിവോഴ്സിന്റെ വക്കത്തെത്തിയ പോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളൊക്കെ കൊണ്ടിട്ട് മാനസികമായി തകർത്ത് ഞങ്ങളെ ഭാഷ കലക്കിയതുപോലെ ഞങ്ങൾ രണ്ടായതുപോലും 1 വർഷം ഇദ്ദേഹം എവിടാണെന്ന് പോലും എനിക്ക് അറിയാത്തവണ്ണം ഞങ്ങൾ ഭയങ്കര അസ്വസ്ഥരായി കഴിയുവാനിടയായി. അന്ന് എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്റെ അമ്മയുടെ കൂടെ പോയി ഞാൻ 1 വർഷം താമസിച്ച് വളരെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കകത്തൂടെ ഞാൻ കടന്നു പോകേണ്ട വന്നു. അപ്പോഴൊന്നും ഈ സഹോദരങ്ങളെയും എന്നെയുമായിട്ട് അടുപ്പിക്കാതെ ദൈവം ഇരുന്നു. അതിനൊക്കെ ഒരു മതിലിട്ടതുപോലെ അവർക്ക് എന്നെ സഹായിക്കണമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് എന്നോടുള്ള ഒരു നല്ല ബന്ധവും സ്നേഹവും ഉണ്ട്, എനിക്ക് അവരോടുണ്ട്. പക്ഷെ എന്നെ ഹല്ലേലൂയ ഒരു തലത്തിൽ കൂടെ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഹല്ലേലൂയ ഞാൻ പൊന്നുപോലെ പുറത്തു വരത്തില്ലെന്ന് എന്റെ കർത്താവിന് അറിയാം. ഹല്ലേലൂയ, പൊന്ന് ഹല്ലേലൂയ തീക്കകത്തിടുമ്പോൾ അമേൻ സ്തോത്രം, അത് വെള്ളമൊഴിക്കും, അത് ചൂടാക്കും, അത് അടിച്ചു പരത്തും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒത്തിരി പ്രോസസ്സിൽ കൂടെ എന്തിനാ കൊണ്ടുപോകുന്നത്? ഹല്ലേലൂയ, അമേ സ്തോത്രം. ആ തട്ടാന്റെ രൂപം, ആ തട്ടാന്റെ മുഖം, ആ സ്വർണത്തെ ശുദ്ധീകരിക്കുമ്പോൾ ആ തട്ടാന്റെ മുഖം അതിനകത്ത് കാണും. ആ മുഖം കാണുന്നിടം വരെ അതിനെ വെള്ളത്തിൽ ചൂടിനകത്തും പച്ചവെള്ളത്തിലും അടിച്ചും പരുത്തിയൊക്കെ കൊണ്ടുപോകും. ഹല്ലേലൂയ, അങ്ങനെ കൊണ്ടുവന്ന് രൂപപ്പെടുത്തിയെങ്കിൽ മാത്രമേ തട്ടാന്റെ മുഖം അതിനകത്ത് കാണത്തുള്ളൂ. ഹല്ലേലൂയ, നമ്മൾ വെള്ളിയിൽ നിന്ന് കീടം നീക്കിയാലേ തട്ടാന് നല്ല ഒരു ഉരുപ്പടിയായി തീരത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയട്ടെ, ദൈവത്താൽ ഞങ്ങളുടെ പ്രതികൂലത്തിലും പ്രശ്നത്തിലും 1 വർഷം അദ്ദേഹം എവിടാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ തമ്മിൽ ഒരു മുറിയിലോട്ട് പോകണമെങ്കിൽ ഒരു 300 ചേട്ടാ വിളിക്കുന്ന എന്റെ അനിയത്തി എപ്പോഴും എന്നെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു, നീ ഇങ്ങനെ അങ്ങ് ഡിപ്പെൻഡ് ആകരുത് സിജിന്ന്. പക്ഷേ പുള്ളിയുമായിട്ട് ഞാൻ ഭയങ്കര അറ്റാച്ച്മെന്റാ. അപ്പ കഴിഞ്ഞാൽ പിന്നെ പുള്ളിയോടാ ഭയങ്കര. അപ്പയായിരുന്നു എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. അത് കഴിഞ്ഞാൽ പിന്നെ അപ്പ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ, അതുപോലെ അങ്ങ് ചേർത്ത് പിടിച്ച് ഭയങ്കര ഇദ്ദേഹം ഇല്ലാതെ എനിക്ക് ശ്വാസം വിടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. പക്ഷേ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചു. 1 വർഷം എവിടാണെന്ന് പോലും അറിയാതെ വല്ലാത്ത കഷ്ടത്തിൽ കൂടെ ഞാൻ കടന്നുപോയി. വളരെ ശൂന്യത, സ്കൂളും ഇല്ലാതായി. സ്കൂള് വിടാൻ പറഞ്ഞപ്പോ വിട്ടാ മതിയായിരുന്നു, പക്ഷെ അത് വിട്ടില്ല. ദൈവത്തിന്റെ മക്കളെ, ദൈവം പറയുക നിന്നെ ഫുൾ ശുശ്രൂഷയ്ക്കുള്ളതാണെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിഷയത്തിന് ദൈവം പറയുന്നത് അനുസരിച്ച് അങ്ങ് മാറിയാൽ ദൈവം നിന്നെ വഴി നടത്താൻ സർവശക്തനാ. ഹല്ലേലൂയ. ഏത് കഷ്ടത്തിൽ നീ ജോലിയിൽ കൂടെ പോകുന്നതിനേക്കാളും ജയോത്സവമായി ദൈവം നിന്നെ നടത്തും. ചില കഷ്ടത്തിൽ കൂടെ പോകുന്നത്, ആ കഷ്ടത ഈ നിറഞ്ഞു നടക്കുന്ന മനുഷ്യരെ ഹല്ലേലൂയ മനസ്സിലാക്കാൻ ആ കഷ്ടത്തിൽ കൂടെ കൊണ്ടുപോകുന്നത്. സാമ്പത്തിക ശൂന്യത വരുത്തുന്നെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ കയ്യിൽ പുരാതന സമ്പത്തും ധനവും മാനവും എല്ലാം ഉള്ളവനാ. നമ്മുടെ ദൈവം സമ്പന്നനാ, നമുക്ക് തരാൻ വയ്യാന്നല്ല. പക്ഷെ നമ്മളെ ഈ വഴി കൂടെ കടത്തി പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളെ ഓരോ കഷ്ടതയിൽ കൂടി കടന്നു പോയെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു പാത്രമായി തീരത്തുള്ളൂ.
ഞാൻ പറയട്ടെ, ആ ഒരു വർഷക്കാലത്തില് ഞാൻ അത്യാവശ്യം കുറച്ച് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കാനും ഒക്കെ വളരെ പ്രതികൂലത്തിനകത്തൂടെ പോയി. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുറകിൽ ബൈക്കിലിരുന്നു അല്ലെ കാറിനകത്തിരുന്ന് പോയൊരു ശീലമുള്ളൂ. ബസ്സിലൊന്നും കയറി ഇറങ്ങാൻ അറിയത്തില്ല. ആമേൻ, സ്തോത്രം. അല്ല, ഈ പിഞ്ചു കുഞ്ഞുങ്ങളാ. അദ്ദേഹം എവിടാണെന്നും അറിയത്തില്ല. മൂത്ത മോന് 3.5 വയസ്സ് കൊണ്ട്, ചെറുതിന് 1 വയസ്സ്, അവന് 1ാം ക്ലാസ്സിലും ചെറിയ മോന് 3.5 വയസ്സും അങ്ങനെ എങ്ങാണ്ട് ഉള്ളപ്പോഴാണ് അദ്ദേഹം, മോന് 2ാം ക്ലാസ്സിലാകുന്നു. ആ സമയത്താണ് അദ്ദേഹം എന്റെ കൂടെ ഇല്ല. ഞാൻ എന്റെ വീട്ടിൽ പോയി. എന്നാലും ഒരു സമയം കഴിഞ്ഞിട്ട് ഹല്ലേലൂയ, ഞാൻ അമ്മയും അപ്പയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞു ഒരു അമ്മച്ചിയുള്ള വീട്ടിൽ പോയി താമസിച്ച് അവിടെ നിന്ന് സ്കൂളൊക്കെ നടത്തി. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഒരു 40 days ദൈവസന്നിധിയിൽ ഫാസ്റ്റിംഗ് ഇരുന്നിട്ട് ഞാൻ പറഞ്ഞപ്പോ എനിക്ക് എന്റെ കൂട്ടുദാസനെ മടക്കി തരണം. അപ്പോൾ തന്നെ എന്റെ കൂടെയുള്ള അവിടെ പാസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞു, മോളെ ഇനി അതങ്ങ് വിട്ടേരാ, ബന്ധം അങ്ങ് പൊക്കോട്ടെ, ഇനിയും ഒരിക്കലും വരാൻ പോകുന്നില്ല. ഇനി മോളൊരു 30ാമത്തെ വയസ്സിലല്ലേ 32ാമത്തെ വയസ്സിൽ മോള് വിധവയായെന്ന് വിചാരിച്ചാൽ മതി, ഇനി എന്നെ കുറിച്ച് ചിന്തിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. എന്റെ വീട്ടുകാരും പറഞ്ഞു, വേണേ മോളെ വേറെ കല്യാണം കഴിക്കാം, അപ്പായൊക്കെ എന്നോട്. ഞാൻ പറഞ്ഞില്ല, എന്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവിന്റെ ഇഷ്ടപ്രകാരം ഞങ്ങളെ യോജിപ്പിച്ചത്, ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കുന്നെങ്കിൽ അദ്ദേഹം ജീവനോട് ഇരിക്കുമ്പോൾ എന്റെ ശവത്തെ കിട്ടുമല്ലാതെ എനിക്കിനി കല്യാണം വേണ്ട. അദ്ദേഹം മടങ്ങി വരും, ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യും, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കും, ഞങ്ങൾ 4 പേരും ഒരു സൈന്യമായിട്ട് എഴുന്നേൽക്കും, ദൈവത്തിന് വേണ്ടി ജീവിക്കും എന്ന് പറയുവാൻ ഇടയായി. അന്നേരം അവര് പറഞ്ഞു, ഈ കുഞ്ഞ് മാനസികമായിട്ട് തകർന്നിട്ട് വിഷമം കൊണ്ട് പറയുക, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഇവള് മാനസികമായി തകർന്നു തരിപ്പണമായി, കൊച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് പല പാസ്റ്റേഴ്സ് വരെയും പറഞ്ഞു. അവരുടെ വേദന കൊണ്ടാണ്, എന്റെ ജീവിതത്തിലെ സാഹചര്യം കൊണ്ട് അവർ പറഞ്ഞ 1 രൂപ എടുക്കാനില്ല. എന്റെ സഹോദരങ്ങളോടോ എന്റെ മാതാപിതാക്കളോട് ഒരു ആവശ്യം പറയത്തില്ല. ഹല്ലേലൂയ. ഒരു ദിവസം എനിക്ക് പോകാൻ നേരത്തെ അന്ന് ഞാനൊരു ആക്റ്റീവ വാങ്ങിച്ചു. അത് വലിയ ഇതിനകത്തൂടെ വലിയ റിസ്കിലാണ് ഒരു ആക്റ്റീവ എടുത്തത്. എനിക്ക് ബസ്സിലൊന്നും പോയി എനിക്ക് അങ്ങനെ വയ്യ, കയറി ഇറങ്ങാനുള്ള ശീലമില്ല, എനിക്ക് പറ്റത്തില്ല. അപ്പം ആ ബസ്സിലൊന്നും കയറി ഇറങ്ങാൻ വയ്യ. എന്നാൽ തന്നെ ബസ്സിൽ ഒരു ദിവസം പോകാൻ നേരത്തെ ഞാനിങ്ങനെ ക്ലാസ് എടുക്കാൻ പോയി. കുറച്ച് കുട്ടികളുണ്ട് കോഴഞ്ചേരില്. ആ കുട്ടികളെ പഠിപ്പിക്കാൻ ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ, ചുരുക്കം പറഞ്ഞാല് ഇങ്ങനെ പോകുമ്പം ബസ്സിൽ എനിക്ക് ബസ് ഫെയർ ഇല്ല. എനിക്കന്ന് 7 രൂപ മതി. പക്ഷേ എനിക്ക് 7 രൂപ എടുക്കാൻ എന്റെ കയ്യിലില്ല. ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നടന്നു പോകും. ഞാൻ പറഞ്ഞു, ദൈവമേ, എനിക്ക് നടന്നു പോകാൻ വയ്യ 3 കിലോമീറ്റർ, എനിക്ക് ബസ്സിൽ പോകണം, എനിക്ക് പൈസ വേണം, എനിക്ക് യാത്ര ചെയ്യാൻ പൈസയില്ല, അപ്പൊ എനിക്ക് പൈസ തന്നേ മതിയാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, നിലത്തോട്ട് നോക്കും, എന്തോ തിളങ്ങുന്നു. നോക്കിയപ്പം 2ന്റെ 1 രൂപയുടെ ഒക്കെ ഒരു 7 രൂപ എനിക്ക് ദൈവം തന്നു. പിന്നെ ഇഷ്ടത്തിന് പൈസ അവിടെ തറയിൽ കിടക്കുക, ഞാൻ എടുത്തില്ല. ഞാൻ 7 രൂപ എനിക്കുള്ള പൈസ എടുത്തിട്ട് ഞാൻ ബസ്സിൽ കയറിപ്പോയി. അങ്ങനെയുള്ള ഒരു അനുഭവം എന്റെ മുന്നിലുണ്ടായിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ 40 ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്ക് അവിടെ ഞാനും എന്റെ കുഞ്ഞുങ്ങളും കൂടെ താമസിക്കുമ്പോൾ 40 days ദൈവസന്നിധി ഫാസ്റ്റിംഗ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ കർത്താവുമായിട്ട് പഴയതിലും കാര്യമായിട്ട് ദൈവം മോൾഡ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞു. എന്തിനാ അങ്ങനെ കൊണ്ടുവരുന്നത് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഡിവോഴ്സ് കേസുകളെ അറ്റൻഡ് ചെയ്യാൻ ദൈവം സഹായിക്കുന്നുണ്ട്. അനേക ഡിവോഴ്സ് ആയവരെ ഒന്നിപ്പിക്കാൻ ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ, കുടുംബം തകർന്ന വീടുണ്ടെങ്കിൽ അവിടെ അവരെ ഒന്നിപ്പിക്കാൻ ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നു. ഇന്ന് ഹല്ലേലൂയ. ആ ഒരു കഷ്ടത്തിൽ കൂടെ കടത്തി വിട്ടതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. അതുകൊണ്ട് അവരുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചപ്പം മുതൽ, രണ്ടാമതൊന്നുകൂടെ ഒരുമിച്ചപ്പം മുതൽ ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനും അങ്ങനെ തുടങ്ങി. അതിനുശേഷം ഹല്ലേലൂയ, ഞങ്ങൾ 2 പേരും കൂടി ബൈബിൾ കോളേജിൽ പോകാൻ തുടങ്ങി. ബൈബിൾ കോളേജിൽ പോയി തിയോളജിക്കൽ സെമിനാരിൽ പോയി പഠിച്ചു. അതിനുശേഷം കർത്താവ് ഞങ്ങളെ അഭിഷേകം ചെയ്ത് അയച്ചപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ രാവിലെ കർത്താവിന്റെ വേലയ്ക്ക് പോകും. ഒരു ഏരിയയിലോട്ട് യാത്ര ചെയ്യാൻ പറയും. അവിടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കുടുംബത്തോടാണ് എനിക്ക് രക്ഷിക്കപ്പെടുന്നത്. അവരെല്ലാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിനകത്ത് ഒരു 21 days ഫാസ്റ്റിംഗ് ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവിടെ ഒരു പ്രെയർ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അതിനു മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് ഒരു ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഞങ്ങൾക്ക് അവിടുന്ന് മാറേണ്ടി വന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, കർത്താവ് ഞങ്ങൾ എങ്ങോട്ടാ മാറേണ്ടേ? കർത്താവ് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞു, ഇങ്ങനെ മുട്ടുമണ്ണ് ഭാഗത്തോട്ട് പോകാൻ പറഞ്ഞു. ഒരു സ്റ്റോപ്പ് പറഞ്ഞു. ആ സ്റ്റോപ്പ് ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ സ്റ്റോപ്പിൽ പോയി നിന്നപ്പോൾ അന്ന് ഞാൻ ഓർണമെന്റ്സ് ഇടുമായിരുന്നു. ഹല്ലേലൂയ. അപ്പം എന്റെ കൂട്ടുദാസനും അന്ന് ഓർണമെന്റ്സ് ഊരിയ സമയമായിരുന്നു. അപ്പൊ കർത്താവിന്റെ ദാസനും ഞാനും കൂടെ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് ഇങ്ങോട്ട് വന്നപ്പം ഇദ്ദേഹം എന്നോട് പറഞ്ഞു, സുജി തിരിഞ്ഞു നിന്നോ, നീ ഓർണമെന്റ്സ് ഇല്ലാത്ത പുള്ളി കാണും, അതുകൊണ്ട്
നാണംകേടാ നമുക്കെന്ന് പറഞ്ഞു. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഞാൻ തിരിഞ്ഞു നിന്നപ്പോ പുള്ളി നേരെ ആ മനുഷ്യൻ ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, സാറേ ടീച്ചറെ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം പുള്ളിക്കാരന് ഞങ്ങളെ ദൂരെ നിന്ന് കണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞ് വെളിപ്പാട് കണ്ടു വന്നിരിക്കുക എന്നൊരു ഹിന്ദുവായ മനുഷ്യനോട് പറയാൻ പറ്റുമോ, ഞങ്ങളൊരു വീട് നോക്കി ഇവിടെ വന്നതാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഒരു വീട് അത് കൊടുക്കാനിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അത് റെന്റിന് കൊടുക്കാനിരിക്കുക. ഞങ്ങളെ ആ ജംഗ്ഷനിൽ കൊണ്ട് കർത്താവ് നിർത്തി വെളിപ്പാട് കാണിച്ച് ഇന്ന ജംഗ്ഷനിൽ പോവാ. ഞങ്ങൾ നിന്ന ജംഗ്ഷന് നേരെ ഓപ്പോസിറ്റിലായിരുന്നു ആ വീട് മർത്തോമക്കാരുടെ വീട്. അത് പെന്തക്കോസുകാർക്ക് ഒരിക്കലും കൊടുക്കത്തില്ല. കാരണം പെന്തക്കോസുകാരുടെ ഈറ്റില്ലമാണ് അവിടെ, നമ്മുടെ അവിടെ കുമ്പനാട് അവിടെ എങ്ങും പെന്തക്കോസുകാർക്ക് മർത്തോമക്കാർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്, അവർ കൊടുക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പക്ഷെ ചെന്നപ്പോ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഈ വീട് തരാമെന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങളൊരു 18 വർഷം 17 വർഷത്തോളം ഞങ്ങൾ അവിടെ താമസിക്കുവാൻ ഇടയായി. ദൈവത്തിന്റെ കൃപയാൽ രാവിലെ ഞാൻ പറഞ്ഞല്ലോ കർത്താവിന്റെ സുവിശേഷവുമായിട്ട് ഹോസ്പിറ്റലുകളിൽ പോകും, വീടുകളിൽ സുവിശേഷവുമായിട്ട് പോകും. പോയി കഴിഞ്ഞിട്ട് ഞങ്ങള് കയറി ഒരു വീട് കാണും. ഞങ്ങളിങ്ങനെ റോഡേ നടക്കും, ഈ വീട്ടിൽ കയറാൻ പറയും. ചിലപ്പോൾ 5 എണ്ണം ഒരുമിച്ച് രക്ഷിക്കപ്പെടും, ചിലപ്പം ഒരാളായിരിക്കും അവിടെ രക്ഷിക്കപ്പെടും, ചിലപ്പോൾ മദ്യപാനം നിർത്തും. അങ്ങനെ RSS കുടുംബങ്ങളിലെ ഓർത്തഡോക്സ് കുടുംബങ്ങളിലൊക്കെ സമുദായക്കാരുടെ ഒക്കെ വീട്ടിൽ ചെന്ന് ഓരോരുത്തരെയും വിളിച്ച് 21 ദിവസം ഇരുന്നപ്പോഴാണ് ദൈവം ഇടപെട്ടത്. ഇവിടെ ഒരു പ്രെയർ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ചൊവ്വാഴ്ച പ്രെയർ സ്റ്റാർട്ട് ചെയ്തു. അവിടെ 10-45 പേരടങ്ങുന്ന ഒരു ശുശ്രൂഷ ഞങ്ങൾ അവിടെ ആരംഭിച്ചു. അത്രയും പേരെ ഞങ്ങള് അന്ന് സ്നാനക്കുളമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു മർത്തോമാക്കാരുടെ വീടാ, എങ്കിലും ഒരു ടാർപ്പ കെട്ടി അവരെ കുറെ പേരെ RSS നേതാവിനെയൊക്കെ സ്നാനപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ജാതിയോ മതമോ ഒന്നും പറയുന്നില്ല. അവരെ സ്നാനപ്പെടുത്തുവാനും അവരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്യുമായിരുന്നു. ക്യാൻസർ വാർഡുകളിലും കൈയും കാലും ഒക്കെ ഒടിഞ്ഞെടുത്തോട്ട് ചെന്ന് ഒന്ന് ജസ്റ്റ് കയ്യിലോട്ട് തൊടുമ്പോഴത്തേക്ക് നാളെ ഓപ്പറേഷൻ ചെയ്യാതിരിക്കുന്ന ഒടിഞ്ഞിരിക്കുന്ന കൈ നേരെയായി. ദൈവം അവരെ വീട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ അവരും ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരും. അങ്ങനെ ഒരു കൂട്ടം ജനത്തെ കിട്ടി. അവിടെ ഒരു വലിയൊരു ആദിമ നൂറ്റാണ്ടിലെ പോലെ ആ വീട് ഒത്തിരി പേർക്ക് ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്തു. അങ്ങനെ ഞങ്ങൾ ശക്തമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ബൈബിൾ കോളേജിൽ നിന്ന് വന്ന് നേരെ ശുശ്രൂഷ ആരംഭിച്ചു. ശുശ്രൂഷ കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ മൂത്ത മോന് രാമലിയ യൂണിവേഴ്സിറ്റിയിൽ അവന് അഡ്മിഷൻ കിട്ടി. അതോടൊപ്പം തന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഹല്ലേലൂയ അങ്ങനെ ആയിരുന്നപ്പോ കർത്താവ് പറഞ്ഞു നിങ്ങൾ കർണാടകയിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ കർണാടകയിലേക്ക് വരാൻ ഇന്നേക്ക് 3 വർഷത്തിന് മുമ്പ് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഹല്ലേലൂയ ദൈവഹിതമാണെങ്കിൽ ഞങ്ങളുടെ ഇളയ മോന് ഒരു അഡ്മിഷൻ അവിടെ തരണം. ഞാനത് നന്മയ്ക്ക് ഒരു അടയാളമായി ചിന്തിക്കുന്ന കർത്താവെ നീ ഒരു അത്ഭുതം ചെയ്യണം. തിരികെ ഞങ്ങൾ കർണാടകയിലേക്ക് പോകണമെങ്കിൽ കുഞ്ഞിനെ ഇവിടെ ഇട്ടേച്ച് പോകാൻ പറ്റത്തില്ലല്ലോ. ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവന് ഹല്ലേലൂയ കുറെ തടസ്സങ്ങൾ അവന്റെ മുന്നിൽ നിന്ന് വന്നെങ്കിലും ദൈവം നിമിഷം കൊണ്ട് അവിടെയും അത്ഭുതം ചെയ്തു. അഡ്മിഷൻ ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് അവൻ അഡ്മിഷൻ റെഡിയായി. എയറോസ്പേസ് എഞ്ചിനീയറിംഗിന് അവന് അഡ്മിഷൻ കിട്ടി. അങ്ങനെ അവനെയും അവിടെ ചേർത്ത് കഴിഞ്ഞ് ഹല്ലേലൂയ പിന്നെ ഞങ്ങൾ ഓരോ വർഷവും 40ഉം 21 ഉപവസിക്കും. കർത്താവ് ഓരോന്ന് ഇടപെടും. കർത്താവ് പറയുന്ന അനുസരിച്ച് ഞങ്ങൾ ചെയ്യും. അപ്പോൾ തന്നെ എന്റെ സഹോദരങ്ങളും എനിക്ക് ശക്തമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി ഒരു കൂട്ടം ജനം എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ കഴിഞ്ഞ വർഷം ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 40 ദിവസം ഇരിക്കാൻ പ്രാർത്ഥിച്ച് ദൈവത്തിന് 40 ദിവസം ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ഈ യൂട്യൂബ് ചാനലിൽ ഒരുപാട് പേര് പ്രസംഗിക്കാനും ചാനലുകൾ ഒരുപാട് ഇടുന്നതും ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് അതിനോട് വലിയ യോജിപ്പില്ല. ഞാനും കൂടെ ഇനി അതിന്റെ വേണ്ടാലോ, ഇഷ്ടത്തിനുണ്ടല്ലോ, അതുകൊണ്ട് ഞാനില്ല എന്ന് ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിനോട് 40 ദിവസം ഉപവസിക്കുമ്പോൾ കർത്താവിനോട് ഒരു ഇടപെട്ടു. ഞങ്ങളുടെ മേലുള്ളത് യെശയ്യാവ് 42:6 ഞാനതൊന്ന് വായിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാവ് 42:6 ഇങ്ങനെ പറയുന്നു, കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെയും വായിക്കാം. അതെ, കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ട്രയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടിവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. ഇത് പിതാവായ ദൈവം പുത്രനായ കർത്താവിനോട് പറഞ്ഞ ഹല്ലേലൂയ ഒരു കാര്യമാണ്. അതാണ് ഞങ്ങളുടെ മേലുള്ള ശുശ്രൂഷ. അപ്പൊ കർത്താവ് അവിടെ വെച്ച് ഞങ്ങളിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്തു.
ഒത്തിരി കാര്യങ്ങൾ കൂടി ഞാൻ വളരെ ചുരുക്കം കാര്യമേ ഇപ്പം ഞാൻ പറഞ്ഞുള്ളൂ. എന്നിട്ട് തന്നെ ഇപ്പം ഏകദേശം 1.5 മണിക്കൂറോളം ആകുന്നു എന്റെ സാക്ഷ്യം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ശരിക്കും പറഞ്ഞാല് കഴിഞ്ഞ വർഷം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ ഒരു ചാനൽ തുടങ്ങണം. കഷ്ടം അനുഭവിക്കുന്നവർക്ക്, പ്രതികൂലം അനുഭവിക്കുന്നവർക്ക്, വളരെ ആരോടും പറഞ്ഞാൽ അത് കേട്ടാൽ വിശ്വസ്തയല്ലാത്ത ഒരു കൂട്ടം ജനത്തിന്റെ മുന്നിൽ ഞാൻ നിന്നെ വിശ്വസ്ത എന്നെണ്ണി ഞാൻ നിന്നെ ഒരു ശുശ്രൂഷ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നീ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നേക്ക് ഒരു 5-6 മാസത്തിനും 6-7 ഏകദേശം 1 വർഷമായും തോന്നുന്നു ഞാൻ ഒരു ചാനല് തുടങ്ങി. അത് സിജി കിഷോർ എന്നൊരു ചാനലാണ് അത് ചെയ്തു കൊടുത്തേക്കുന്നത്. അവിടെ ഒരു പാട്ട് പാടി ഒരു വചനം അത്യാവശ്യം കൊടുത്തൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ദേശത്തെ, രാജ്യത്തെ, ലോകരാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകരെന്നെ വിളിക്കാൻ തുടങ്ങി. അനേകർക്കൊരു ആശ്വാസമായി. ആന്റിയെ വിളിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമുണ്ട്, ഒരു ആശ്വാസമുണ്ട്. ദൈവം കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സ്വസ്ഥമായിട്ടൊന്ന് പറയാൻ ഒരു ഇടമെന്ന്, ഒരു വിശ്വസ്തയെ എണ്ണാൻ കഴിഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ കരയാറുണ്ട്. കാരണം ഒരു കാലത്ത് എന്റെ സങ്കടങ്ങളെ പറയാനോ എന്റെ സങ്കടങ്ങളെ, വേദനകളെ പറഞ്ഞാൽ, അതേ സ്തോത്രം, അനേകരോട് 1-2 പേരോടൊന്ന് പറഞ്ഞാൽ അവരെ വളരെയധികം പരസ്യമാക്കിയ വിഷയങ്ങൾ, മുറിവുകളും വേദനകളും നിന്ദകളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വസ്തരെന്ന് എണ്ണി ഇന്ന് പറയുവാൻ ഒരിടമില്ലാത്തപ്പോൾ ദൈവം നമ്മളെ വിശ്വസ്തയെന്ന് എണ്ണിയാക്കിയെങ്കിൽ ദൈവത്തിന് വളരെയധികം നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇന്ന് അനേകര്, ആ ഒരു ശുശ്രൂഷയിൽ തന്നെ അനേകരെന്നെ വിളിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ യൂട്യൂബിൽ കൂടെ തന്നെ പലരും ഞങ്ങള് നാട്ടിൽ ചെല്ലുമ്പോൾ അത് സ്നാനപ്പെടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ വർഷം എന്റെ ചെറിയ മോൻ സ്നാനപ്പെട്ടില്ലായിരുന്നു. മോനെ ഞങ്ങളെ കുമ്പനാട് ഹെബ്രോൺ ചർച്ചിലാണ്, ഞങ്ങൾ അവിടുത്തെ ബിലീവറാണ്. അപ്പോൾ തന്നെ അവിടെ ഞങ്ങള് മോനെ സ്നാനപ്പെടുത്താമെന്ന് ഇവിടുന്ന് പാസ്റ്ററോട് വിളിച്ചു പറഞ്ഞു. പാസ്റ്റർ, ഞങ്ങൾ വരുന്നുണ്ട്, മോനെ സ്നാനപ്പെടുത്തണോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഹല്ലേലൂയ, സ്തോത്രം, പാസ്റ്റർ പറഞ്ഞു അതിനെന്താ സ്നാനപ്പെടുത്താവല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെങ്കില് ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ കർത്താവിന്റെ ദാസനോട് ദൈവം ഇടപെട്ടു. നിങ്ങള് കുമ്പനാട് ഹെബ്രോനിൽ സ്നാനപ്പെടുത്തുന്നതിനേക്കാളും ഈ പരിയാരം പ്രദേശത്ത് എനിക്കൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്താനുണ്ട്. ഇവിടെ തിരസ്കരിക്കപ്പെട്ട ഒരു കൂട്ടം ജനമുണ്ട്. ഇതൊരു കുരുന്ത് പട്ടണമാണ്. ഇവിടെ ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ ഇവിടെ ഒരു സ്നാനക്കുളം ഉണ്ടാക്കണം. ഇവിടെ നിങ്ങള് ഇന്ന ആളിനെ കൊണ്ട് സ്നാനപ്പെടുത്തണം. ദൈവം വ്യക്തമായി ഇടപെട്ടു. ഞങ്ങൾ അവിടെ ഇവിടുന്ന് യാതൊരു ഇതില്ലാതെ ആ ദൈവത്തിന്റെ ദാസനോട് സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ആ ദൈവദാസനോട് നമ്മൾ ഇനി എന്ത് പറയും? വല്ലാതെ വിഷമിച്ചിട്ട് ഞാൻ ആ കർത്താവിന്റെ ദാസനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ദൈവദാസനെ എങ്ങനെ ദൈവം ഇടപെടുന്നു? ഞങ്ങൾ ഇന്ന് കരയാൻ തുടങ്ങി. ദൈവമേ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഭാരപ്പെട്ടപ്പോൾ ആ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വെളിപ്പാട് ദൈവം കാണിച്ചോ അതുപോലെ ചെയ്തോളാൻ പറഞ്ഞു. പെട്ടെന്ന് എന്റെ മൂത്ത അച്ചാച്ചനെയാണ് സ്നാനപ്പെടുത്താൻ ദൈവം കാണിച്ചു തന്നത്. അച്ചാച്ചനെ ബോംബെയിൽ നിന്ന് പെട്ടെന്ന് വരുത്തി അച്ചാച്ചനെ സ്നാനപ്പെടുത്തുമ്പോൾ തന്നെ അത് വലിയൊരു ദൈവ പദ്ധതിയായിരുന്നു. കാര്യം ഞങ്ങളുടെ കുമ്പനാട് ഹെബ്രോൻ സഭയിൽ സ്നാനപ്പെടുത്താൻ അല്ലെങ്കിൽ കുഞ്ഞിനെ സ്നാനപ്പെടുത്തുമ്പോൾ അവിടുത്തെ വിശ്വാസികളും സൺഡേ സ്കൂളിലെ കുട്ടികളും അല്ലെ അവിടെ അത്യാവശ്യം പേരെ കാണാനുള്ളൂ. എന്നാൽ ഇവിടെ ഞങ്ങൾ വിട്ടുപോകുന്ന സമുദായത്തിനകത്തുനിന്ന് ഒരു കൂട്ടം പേര് ഞങ്ങളുടെ കുഞ്ഞിന്റെ ഫംഗ്ഷൻ ആണ്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോൾ അവർ പൊന്നെ പോലെ അവരെല്ലാവരും വന്നു. അതുപോലെ തന്നെ ആ പരിയാരം ദേശത്ത് അമ്മ സാറമ്മച്ചി എന്ന് പറഞ്ഞ അമ്മയെ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. അപ്പൊ അമ്മയോടൊരു വലിയ ഒരു സ്നേഹമുണ്ട്. അപ്പൊ അമ്മ അവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നതുകൊണ്ട് പിന്നെ അവിടെ ആ ദേശത്തെ വിളിച്ച് ആ ദേശക്കാരും വന്നു. ആ സ്നാനം ഒരു വലിയ ഒരു ഡെലിവറൻസ് ആയി തീർന്നു. ആ സ്നാനം ഒരു വലിയ ദൈവപ്രവൃത്തിയായി തീർന്നു. അവിടെ ഒരു സ്നാനക്കുളം ഉണ്ടാക്കി. അപ്പൊ അതിന്റെ പിന്നിലും ദൈവത്തിനൊരു വലിയ പ്ലാൻ ഉണ്ട്. ഞങ്ങളെ ദൈവം ഒരു പ്രസ്ഥാനമാക്കി തീർക്കുമെന്ന് പണ്ട് ഭാര്യാപര യോനാച്ചനപ്പച്ചൻ പറഞ്ഞത് ഓരോന്ന് നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ആ മോനെ അവിടെ ഒരു വീട്ടിൽ സ്നാനക്കുളം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. എന്നാൽ ദൈവം പറഞ്ഞതിനകത്ത് പിന്നിൽ എല്ലാം ഒരു അടിത്തറ ദൈവം ഇട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ദേശത്ത് ഹല്ലേലൂയ, ആ ഹിന്ദുക്കളായവരെല്ലാം വളരെ സ്നേഹത്തോടെ വന്ന് ആ ചടങ്ങിനെ, ആ സ്നാന ശുശ്രൂഷയ്ക്ക് കാണുകയും ചിലരേക്ക് കണ്ണ് നിറഞ്ഞൊഴുകാനിടയായി, ചിലരൊക്കെ മാനസാന്തരപ്പെടാനിടയായി, ചിലർ സ്നാനപ്പെടണമെന്ന് എന്നോട് രഹസ്യമായിട്ട് വിളിച്ചു പറയുവാനിടയായി. അപ്പോൾ ആ കുമ്പനാട് ഹെബ്രോൻ സഭയിൽ സ്നാനപ്പെടുന്നതിനേക്കാളും ദൈവത്തിന്റെ പ്ലാന് ഇതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോഴും അനേകരും ഞങ്ങൾ നാട്ടിൽ ചെല്ലാൻ നോക്കിയിരിക്കുവാണ് രഹസ്യമായിട്ട് സ്നാനപ്പെടുവാൻ. ആമേൻ, സ്തോത്രം. ദൈവം അങ്ങനെ ഞങ്ങളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്ത് അനേകർക്ക് ഒരു ആശ്വാസമായി, സമാധാനമായി ഞങ്ങളെ, അതുപോലെ തന്നെ അനേക കഷ്ടങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഡിവോഴ്സ് പക്കത്തെത്തിയവർക്ക് ഞങ്ങള് അത്യാവശ്യം കൗൺസിലിംഗ് ചെയ്യുവാനും അത്യാവശ്യം സ്കൂൾ നടത്തുവാനും അത്യാവശ്യം ഞങ്ങളുടെ ശുശ്രൂഷയും അപ്പോൾ തന്നെ ഒരു 5-6 ആഴ്ചയായിട്ട്
ഇപ്പോൾ ഏകദേശം ഒരു 2 മാസത്തോളം എങ്ങാണ്ടായെന്ന് തോന്നുന്നു ഞങ്ങള് ഒരു പുതിയ ലൈവായിട്ട് വർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. കാരണം ഈ രഹസ്യമായിട്ട് ചർച്ചയിൽ പോകാത്തവർക്ക്, അല്ലെങ്കിൽ ഹല്ലേലൂയ ഹസ്ബൻഡുമാര് വിടാത്തവർക്ക് ഒരു മീറ്റിംഗ് ആവശ്യമാണ്. അതിൽ ഞങ്ങളുടെ ആ ശുശ്രൂഷ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അനേകർ പറഞ്ഞു, ആന്റി അങ്കിളെ ഇത് നിർത്തരുതേ, പാസ്റ്ററുകളെ നിർത്തരുതേ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ശുശ്രൂഷയും ചെയ്തു പോകുന്നു. കൃപയാൽ ഞങ്ങളും ആ ശുശ്രൂഷയ്ക്കകത്ത് ഇൻവോൾവായി. ഇങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് 2 മക്കള് അവരും ദൈവത്തിൽ ആശ്രയിച്ച് ഈ മ്ലേച്ഛത നിറഞ്ഞ ദേശത്ത്, അല്ലെങ്കിൽ മ്ലേച്ഛത നിറഞ്ഞ ഒരു സ്ഥലത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ കുഞ്ഞുങ്ങൾ കൂടിയും ദൈവശക്തി വ്യാപരിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവരെ ഉപയോഗിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ പോലും പല കാര്യങ്ങളും അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സംസാരിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് ഒരുപാട് നന്ദി പറയാറുണ്ട്. ആർക്കും വേണ്ടാത്ത ചേറ്റിൽ കിടന്ന ഞങ്ങളെ, ഉണ്ടറയിൽ കിടന്ന ഞങ്ങളെ, ആർക്കും ഒന്നിനും വേണ്ടാത്ത കൊള്ളാത്ത ഞങ്ങളെ പുറംപറമ്പിൽ തള്ളിക്കളഞ്ഞ കൽപാത്രത്തെ എടുത്ത് ദൈവം വീഞ്ഞാക്കി വളരെയധികം ശ്രേഷ്ഠമാക്കി തീർക്കാൻ തക്കവണ്ണം ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ദൈവം ഞങ്ങളെ സ്തോത്രം എല്ലാം തന്ന് അനേക കഷ്ടം അനുഭവിക്കുന്നവരെ ശരീരം കൊണ്ടും സാമ്പത്തികം കൊണ്ടും സമയം കൊണ്ടും എല്ലാം മറ്റു കർത്താവിന്റെ ശുശ്രൂഷ, കർത്താവിനൊരു സൗരഭ്യവാസനയായി ഞങ്ങളെ ഇന്ന് ഉപയോഗിക്കുന്നുവെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എന്റെ അമ്മയൊക്കെ ഒരു അല്ലെങ്കിൽ അമ്മ നല്ലതായിട്ട് ചെലവാക്കി, നല്ല സാമ്പത്തികമൊക്കെ ചെലവാക്കുമ്പോൾ അത് ആരോടെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അവരിന്ന് പിന്നെ വിളിച്ചു പറഞ്ഞെങ്കിൽ ഹല്ലേലൂയ അത് പിന്നെ എനിക്കൊരു മുറിവായെങ്കിൽ ഹല്ലേലൂയ. ഒരാൾ പറഞ്ഞു അമ്മയുടെ അപ്പയുടെ ഫാമിലി നല്ല സെറ്റപ്പുള്ള നല്ല ഭവനങ്ങളായിരുന്നു. പക്ഷെ അമ്മ പോസ്റ്റ് ഓഫീസിന് വേണ്ടി ഒരു വീട് വെച്ചപ്പോ തന്നെ, ഈ സ്നാന ശുശ്രൂഷ നടന്നുകൊണ്ടപ്പോ തന്നെ ഒരു കർത്താൻ ദാസൻ പറഞ്ഞു, ഒരു കൊച്ചു വീടായിരുന്നു, ഈ പാവങ്ങള് ഇവരെ വളരെ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ സിറ്റുവേഷൻ അവർക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് ആരുടെ അടുത്ത് നമ്മളെ വലുതാക്കാനൊന്നുമല്ല, നല്ലൊരു ഫാമിലിയെ ക്ഷയിപ്പിക്കാൻ ഒരു നിമിഷം മതി മനുഷ്യനെ ഒന്നുമില്ലാതാക്കാനും നിമിഷങ്ങൾ കൊണ്ട് അവനെ ഉയർത്താനും ദൈവമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇവര് പറയുന്ന ഒന്നും എനിക്ക് എന്റെ ഹൃദയത്തിനകത്തോട്ട് പോലും തട്ടത്തില്ല. ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്യുക. കർത്താവ് എന്താ നമ്മളെ ഏൽപ്പിച്ചു പോയ ദൗത്യം? കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്യുന്നതിലും അധികം നിങ്ങൾ ചെയ്യുമെന്ന് നമ്മളെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ. കർത്താവിനെ ബേൽസെബൂലിന്റെ തലവനെന്നും തച്ചന്റെ മോനെന്നും, കർത്താവ് ഇവൻ എവിടാ പഠിച്ചതെന്നും ആരുടെ അടുത്താ പഠിച്ചതെന്നും ഇവൻ എങ്ങനെയാണ് എന്താണ് വളരെയധികം കർത്താവിനെ അപമാനിച്ചപ്പോഴും നിന്ദിച്ചപ്പോഴും പിതാവ് ഏൽപ്പിച്ച ദൗത്യം ഈ പ്രതികൂലങ്ങളെ, പ്രശ്നങ്ങളെ, പ്രതിസന്ധികളോ ഈ വാക്കുകളെ ഒന്നും കർത്താവ് തിരിഞ്ഞു നോക്കിയില്ല. കർത്താവ് ഒരൊറ്റ ലക്ഷ്യമാ, പിതാവ് എന്തേൽപ്പിച്ച ദൗത്യം പുത്രനെ, ആ പുത്രൻ ആ ദൗത്യം ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് പോയി എങ്കിൽ നമ്മളും അതുപോലെ നമ്മളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും നമുക്ക് നേരെ അപവാദം പറയും, നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് പറയുമ്പോഴും നമ്മുടെ ശുശ്രൂഷയിൽ, പ്രത്യേകിച്ച് ഞങ്ങൾ ഈ പാട്ടും ബൈബിൾ കോളേജിലും പോയി മ്യൂസിക് കോളേജിലും പോയി പാട്ടും പിന്നെ ഒരു പ്രസംഗിക്കാനുള്ള ഒരു വക അല്ലെങ്കിൽ പാടാനുള്ള ഒരു കഴിവ് ദൈവം ഞങ്ങൾക്ക് തന്നതുകൊണ്ട് അത് ഞങ്ങൾ എവിടെ ചെന്നാലും ഞങ്ങളെ അടുപ്പിക്കത്തില്ല. ഞങ്ങളെ അസ്വസ്ഥമാണ് എല്ലാവർക്കും. ഞങ്ങളെ കാണുമ്പോൾ ഒരു ഭയമാ. പക്ഷെ ഞങ്ങൾ അവരെ സൗമ്യതയോടെ ഇടപെട്ടാൽ ഞങ്ങളെ അവർക്ക് വേണ്ട. പക്ഷെ ഇതിന്റെ എല്ലാം പിന്നിൽ, ഇങ്ങനെ ഒറ്റപ്പെടുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് വൻ പ്ലാൻ ഉണ്ട്. ദൈവത്തെ ആര് എന്റെ കർത്താവിന് ഈ ലോകത്തായിരുന്നപ്പോൾ കർത്താവിന് ഒരു സ്ഥാനം ഒന്നുമില്ലായിരുന്നു. പക്ഷെ കർത്താവ് എല്ലാം ചെയ്തിട്ട് ദൗത്യം പൂർത്തിയായിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയി എങ്കിൽ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമുക്ക് ഈ ലോകത്ത് ഒരു സ്ഥാനമാനമോ ഒരു ഇതോ ഒന്നുമല്ല. നമ്മളെ ദൈവമാക്കിയ ശുശ്രൂഷ നമ്മൾ ഭംഗിയായി ചെയ്യുക. നമ്മളെ ആരും ചിലപ്പോൾ നല്ല കാര്യങ്ങൾക്കും നല്ല ഇതിനകത്തൊന്നും നമ്മളെ ഉൾക്കൊള്ളിക്കത്തില്ലായിരിക്കാം, നമ്മളെ മൈൻഡ് ചെയ്യത്തില്ലായിരിക്കും. അവരെ സ്നേഹിക്കാനും അവരുടെ കുറവുകളെ ഓർക്കാനും കർത്താവ് പറഞ്ഞ എന്താണ്, നല്ല കഴിവുള്ള ശക്തന്മാരായ പരീശന്മാരും ശാസ്ത്രികളും സ്വന്തം മക്കളെന്ന് അവകാശപ്പെടുന്ന യഹൂദന്മാരും കർത്താവിനെ തള്ളിപ്പറഞ്ഞപ്പോഴും കർത്താവിനെ അങ്ങ് വളരെയധികം പീഡിപ്പിച്ചപ്പോഴും കർത്താവ് എന്താ പറഞ്ഞത്? ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക ഇവരോട് ക്ഷമിക്കണമെന്ന്. നമുക്കെതിരെ ഉള്ളവരെ നമ്മുടെ ശുശ്രൂഷയ്ക്കും നമ്മുടെ കുടുംബജീവിതത്തിനും നമ്മുടെ തലമുറയ്ക്കും നമ്മുടേതായ എല്ലാ മേഖലകളിലും നമ്മളെ തകർക്കുവാൻ ഏത് വ്യക്തികൾ നോക്കിയാലും, ഏത് ലോകം ഏതെല്ലാം പ്രതികൂലമായിരുന്നു എന്ന് പറഞ്ഞാലും, ഏതൊക്കെ സംഘടനയോ സൊസൈറ്റിയോ ആര് നമുക്ക് പ്രതികൂലമായാലും ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമാരാണ്. അതുകൊണ്ട് ഇന്ന് എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം ദൈവത്തിന്റെ മക്കളോട്, എനിക്ക് കർത്തൃദാസന്മാരോടും പറയാനുള്ളത്, നിങ്ങളെ അവിടുന്ന് ഇവിടുന്നൊക്കെ റിജക്ട് ചെയ്താലും, നിങ്ങളെ നിന്ദിച്ചാലും, നിങ്ങളെ പരിഹസിച്ചാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ ആമേശ്വര ഈ ലോകത്തിൻ്റെതായ കൺമോഹം, ജഡമോഹം, ജീവനത്തിലുള്ള പ്രതാപത്തിലൊന്നും പെട്ടുപോകാതെ, ലോകത്തിൻ്റെതായ കാന്തോ ഇരുമ്പോ ലോകം ആകർഷിക്കുന്ന ഒന്നിലും നിങ്ങൾ പെട്ടുപോകാതെ, ഈ ലോകത്തിൽ പല മാധ്യമങ്ങളും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി ഈ ലോകത്ത്
വളരെയധികം സമയം കളയുവാൻ വളരെ മാധ്യമങ്ങളൊക്കെ നമുക്കുണ്ട്. അതിലൊന്നും പെട്ടുപോകാതെ ദൈവം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ചെയ്യാനുള്ള ദൗത്യം നമ്മൾ ഭംഗിയായി ചെയ്യുവാൻ ഇനിയും നമുക്ക് സമയമുണ്ട്. ഹല്ലേലൂയ. ആ സമയം വളരെ തക്കത്തിന് ഉപയോഗിച്ച് ഇടവിടാതെ പ്രാർത്ഥിച്ച് ഉണർന്നിന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ആശാരിപദേശി അല്ലെങ്കിൽ കർത്തൃദാസന്മാരൊക്കെ ശക്തന്മാരെ ശുശ്രൂഷകര് നിരന്തരം ദൈവത്തോടുള്ള ബന്ധവും കണ്ണുനീരും പ്രാർത്ഥനയും അവർ ദൈവത്തോടുള്ള ബന്ധത്തിലായിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം അവര് എവിടോട്ട് ചെന്നോ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കർത്താവ് ചെയ്തതുപോലെ അവർ ചെയ്യുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ ഒരു അംശമെങ്കിലും അവർ ചെയ്യുവാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിച്ചത് കൊണ്ടാണ്. സദാ മൊബൈലും കണ്ട് സദാ മറ്റുള്ള ചാനലുകൾ അല്ലെ മറ്റുള്ള കാര്യങ്ങളും അകപ്പെട്ട് കർത്തൃദാസന്മാരോ കർത്തൃദാസിമാരോ പെട്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ അകന്നു ആത്മീയ ചോർച്ച നമുക്ക് സംഭവിക്കുക. ദൈവവുമായി ആഴമായ ബന്ധത്തിലുള്ള സമയമില്ല, ദൈവത്തോട് സംസാരിക്കാൻ സമയമില്ല, ദൈവത്തോട് ആഴമായ സ്തോത്രം. ഒരു കർത്തൃദാസൻ പറഞ്ഞതുപോലെ 12 മണിക്കൂർ കർത്താവും പിതാവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതിലൊരു 5 മണിക്കൂറെങ്കിലും നമ്മൾ ഇരുന്നാൽ കർത്താവിന്റെ പകുതി സ്വഭാവം നമുക്കുണ്ടാകും. എന്നാൽ പോകട്ടെ 24 മണിക്കൂറുള്ള 2.5 മണിക്കൂറെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നാൽ നമുക്ക് എന്തൊരു നല്ല സംഭവമായിരിക്കും, എന്തൊരു നല്ല ആശ്വാസമായിരിക്കും. എന്റെ കൂട്ടുദാസന് ഞാനും ഇരിക്കുന്ന ഇരിപ്പിലായിരിക്കും, നിമിഷങ്ങൾക്കകമായിരിക്കും. സിജി വാ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് കൈകോർക്കും. അന്ന് എന്തെങ്കിലും ഒരു വലിയ അനർത്ഥങ്ങൾ മാറിപ്പോകും, ദേശത്ത് കഷ്ട മാറിപ്പോകും, പ്രതികൂലം. ഞങ്ങൾ ഇവിടെ അതുകൂടെ പറഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഹല്ലേലൂയ ഇവിടെ തൊട്ടപ്പുറത്ത് റെയിൽവേ ട്രാക്ക് ഉണ്ട്. എല്ലാ വർഷവും പിശാച് ഇത് കേട്ടുകൊണ്ടിരിക്കുക, അന്ധകാര ശക്തി ഇത് കേട്ടുകൊണ്ടിരിക്കുക. എങ്കിലും ഞാൻ പറയട്ടെ, വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും ഭയങ്കരമായ അന്ധകാര ശക്തികളും ഉണ്ടെന്ന് പറഞ്ഞാലും കർത്താവ് അവന്റെ തലയെ തകർത്തത് അവന്റെ വാല് മാത്രമേ ഉള്ളൂ. ബലവാനെ പിടിച്ചു കെട്ടുവാണെങ്കിൽ ബലവാന്റെ വീട്ടിൽ നിന്ന് കോപ്പ് കവർന്നെടുക്കാൻ കഴിയും. ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മുടെ അകത്ത് വാഴുവാണെങ്കിൽ ചിലതിനെ തകർക്കുവാൻ തക്കവണ്ണം അഭിഷേകവും അധികാരവും നമ്മുടെ മേൽ ദൈവം തന്നിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ സമയം തക്കത്തിന് ഉപയോഗിക്കണം. നമ്മുടെ സമയം ഇപ്പൊ ഞാൻ നിങ്ങളോട് വളരെ ഉഷിരോടെ ശക്തമായി പറയുന്നുവെങ്കിൽ നാളെ ഞാൻ വീണു പോകാതെ നിലംപരിചാകാതിരിക്കാൻ ദയവായി എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ട്രാക്കില് അല്ലെങ്കിൽ ഈ റെയിൽവേ ട്രാക്കിൽ ഞങ്ങളുടെ പുറകിൽ ഒരു 100 മീറ്റർ കഷ്ടിയില്ല. അവിടെ എല്ലാ വർഷവും ഒരു 5-8-10 മരണം സംഭവിക്കും. ഹല്ലേലൂയ. ഇവിടെ ആമേൻ സ്തോത്രം. പല പ്രവാചകന്മാരും വന്ന് പറഞ്ഞു, ആന്റി ഇവിടെ നിങ്ങൾ വന്നേ പിന്നെ ഒരു അന്ധകാര ശക്തി ഇവിടുന്ന് വിട്ടുപോയിട്ടുണ്ട്, ഒരു ആത്മഹത്യ സ്പിരിറ്റ് വിട്ടുപോയിട്ടുണ്ട്. സത്യമാണ്, കർത്താവ് എന്നോടും ഇടപെട്ടു. ഹല്ലേലൂയ. ഞാൻ നോക്കുമ്പോൾ ഈ 3 വർഷമായിട്ട് ഇതുവരെ ആത്മഹത്യ ഇവിടെ നടക്കുന്നില്ല. ദൈവത്തിന്റെ കരുണ. ഈ കർണാടക പ്രദേശത്ത് വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും 31 ജില്ലകൾക്ക് വേണ്ടി കരയാനും പ്രാർത്ഥിക്കുവാനും ദേശത്തിന് വേണ്ടി കരയുവാൻ ഈ ദേശത്ത് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ വിശ്വസ്തയോടെ പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും ദൈവത്തിൽ ആശ്രയിച്ചും എനിക്ക് തന്ന കൂട്ടുദാസനെ ദൈവം ഹല്ലേലൂയ എന്നെ പൊന്നെ പോലെ സ്നേഹിക്കുവാനും എന്നെ കരുതുവാനും എന്നെ ഹല്ലേലൂയ അത്രത്തോളം എന്നെ ഒരു നല്ലതായിട്ട് കൊണ്ടുപോകാൻ എന്റെ തലമുറകൾ ഒന്നിച്ച് നിൽക്കുന്നെങ്കിൽ കൃപയാലാണ്, ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ സ്നേഹം കൊണ്ടാണ്. ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളിൽ പോകുന്നു. പിന്നെയും ഞങ്ങൾ സമാധാനത്തോടെ സന്തോഷത്തോടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി മരുഭൂമിയിൽ വെച്ച് പട്ടുപോകാതെ കനാൻ ദേശം എത്തുന്നിടവരെയും ദൈവശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിച്ച് ശുശ്രൂഷ മുഖത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഞങ്ങളോ കുറയണം, ഞാനോ കുറയണം, യേശുവോ വളരണം. ഞങ്ങളൊന്നുമില്ലാതായി കർത്താവ് ഞങ്ങളിൽ വാണ്. ദേശം, രാജ്യം, ലോകരാജ്യങ്ങളിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനിരിക്കുന്ന ശുശ്രൂഷ, നാളെ നടക്കാൻ പോകുന്ന ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ നടക്കാൻ, ലോകരാജ്യങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷകളെ ഞങ്ങൾ ദർശനം കാണുകയാണ്. ഞങ്ങളാൽ അനേക കഷ്ടം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുവാൻ എന്റെ ശരീരത്തിന്റെ അവയവങ്ങളായ എന്റെ സഭയെക്കുറിച്ച് നല്ല വേദനയുണ്ട്, എന്റെ ദേശത്തെക്കുറിച്ച് വേദനയുണ്ട്. ഞാൻ നിലവിളിച്ച് നടക്കുകയാണ്. അല്ലെ, കരഞ്ഞാണ് ഞാൻ ഓരോ ദിവസവും എനിക്ക് ദേശത്തെ, രാജ്യത്തെ, ലോകരാജ്യങ്ങളെ കുറിച്ചുള്ള ഭാരം. ദയവായി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇത്രത്തോളം ഞങ്ങള് ഇങ്ങനെ ഒരു അനുഭവ സാക്ഷ്യം പറയുവാൻ എനിക്ക് ഒരുക്കി തന്ന കർത്താവിന്റെ ദാസിയോടും എന്റെ ദൈവത്തോടും ഞാൻ എന്റെ നന്ദിയും സ്നേഹവും ഒന്നുകൂടെ അറിയിക്കുന്നു. എനിക്ക് ഇത്രയും ഒരു അവസരം ഒരുക്കി തന്നതിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസിയെ കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് കൊണ്ടു നടത്തിയ വിധങ്ങള് എവിടെ കിടന്നു, എവിടെ നിന്ന് കർത്താവ് കൊണ്ടുവന്നു. ആമേൻ. ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ പണിയും ദൈവം നമ്മളിൽ വരുത്തുന്ന മാറ്റങ്ങളും ഒക്കെ കേൾക്കുവാനിടയായി. ദാസിയെ പിന്നെയും കർത്താവ് ഉപയോഗിക്കട്ടെ. ദൈവദാസി എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേവദാസി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവേ. നന്ദിയോട് നിന്നെ സ്തുതിക്കുന്ന പരിശുദ്ധാത്മാവേ, പരിശുദ്ധനായ പിതാവേ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ,
കർത്താവെ, ജോയ്സ് ടിവിയിൽ കൂടി കർത്താവെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാനോ കുറയണം നീയോ വളരണം, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുകയാണ്. നിന്റെ ദാസിക്കായി സ്തോത്രം. നിന്റെ ദാസിയെ ശക്തിയേറിയതും മൂർച്ചയേറിയതും പല്ലേറിയതുമായി തീരുവാൻ തക്കണം. ഈ 2024 വരെയുള്ള ശുശ്രൂഷയല്ല, 2025 ആരംഭം മുതലേ നിന്റെ ദാസിയുടെ സകല കർത്താവേ സ്തോത്ര ഹല്ലേലൂയ അതിരുകളെയും അങ്ങ് വിശാലമാക്കി ദേശങ്ങളെ, രാജ്യങ്ങളിൽ, ലോക രാജ്യങ്ങളില് ഈ ജോയ്സ് ടിവി കർത്താവ് ദൈവനാമ മഹത്വത്തിനായി പ്രസിദ്ധമാകുവാൻ പിന്നെയും കർത്താവ് സഹായിക്കണമേ. കർത്താവ് പ്രസിദ്ധമാകുവാൻ ഈ ചാനലിൽ കൂടെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസിയെ ശക്തമായി അങ്ങ് ഉപയോഗിക്കണമേ. നിന്റെ ദാസിക്ക് ആയുസിനോടുകൂടി ആരോഗ്യം കൊടുത്ത് രക്തക്കോട്ടയിൽ അങ്ങ് മറക്കണമേ. അനേക സാക്ഷ്യങ്ങളെ കർത്താവെ നിന്റെ ദാസിയുടെ ചാനലിൽ കൂടി പറഞ്ഞ് കർത്താവെ പറയുവാനും ദേശവും രാജ്യവും ലോകരാജ്യങ്ങൾ വിടുവിക്കപ്പെടുവാൻ, വ്യക്തികൾ വിടുവിക്കപ്പെടുവാൻ, അതിനപ്പുറമായി നിന്റെ ദാസി സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകൾ അനുഭവിപ്പാൻ ദൈവം സഹായിക്കണമേ. എന്റെ കൂട്ടുദാസനായി കുടുംബ തലമുറകൾക്കായി എല്ലാം നന്ദി പറയുന്നു. ഇവരായിരിക്കുന്ന സകല കർത്താവെ ആലയം കർത്താവെ സകലവും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകൾ നിന്റെ മക്കൾ അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തില്. കർത്താവെ ദേശത്തെയും കർത്താവെ ഇതിനകത്ത് ആമേൻ ആയിരിക്കുന്ന നിന്റെ ജനത്തിനായി സ്തോത്രം ചെയ്യുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങള് എല്ലാവർക്കും കർത്താവെ ഒരു പ്രത്യേക ബ്ലെസ്സിംഗ് ആയി തീരട്ടെ. അനുഗ്രഹിക്കപ്പെടട്ടവരെ എല്ലാവരെയും കർത്താവ് രോഗികളായി ക്ഷീണിതരായി ആമേൻ ഏതൊക്കെ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്ന തകർന്നത് അരിപ്പണമായി കിടക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ കൂടി പോകുന്ന നിന്റെ മക്കളുണ്ടെങ്കിൽ സ്വർഗത്തിലെ അപ്പ ആത്മീകമായി ഭൗതികമായി ശോഷിച്ച് ഏതെങ്കിലും അവസ്ഥയിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ വെള്ളങ്ങളുടെ മേൽ ആത്മാവ് പരിവർത്തിച്ചതുപോലെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ഇരുളിന്റെ മണ്ഡലങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായി വിടുവിച്ചതിനായ സ്തോത്രം. കർത്താവ് ഈ ബലത്തോട് ഞങ്ങളെ അയക്കണം. അങ്ങയുടെ കരുണയും കൃപയും സാന്നിധ്യവും ഞങ്ങളോട് കൂടെയിക്കണം. നിന്റെ ദാസിയോട് കരുണ തോന്നണം, മനസ്സലിയണം. ദാവീദ് പുത്ര, നിന്റെ ദാസിയെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ മറച്ചാട്ട് അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.